സ്തോത്രം ചെയ്യുന്നു പിതാവേ. ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ രണ്ടാമത്തെ ദിവസത്തിൻ്റെ രണ്ടാമത്തെ സെഷനെ ഞങ്ങളെ കൂട്ടി വരുത്തിയിരിക്കുമ്പോൾ പിതാവേ, ഇന്ന് രാത്രികാലം ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെ ആയിരിക്കുന്നു പിതാവേ. കർത്താവ് ഇന്ന് രാത്രികാലം ഞങ്ങളെ തുടർന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു പിതാവേ. അസാധാരണ ദൈവപ്രവൃത്തി കാണുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നേരം കണ്ടതിനേക്കാൾ വലുത് കാണുവാൻ അങ്ങിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവ്. വലുത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പിതാവേ. അങ്ങയുടെ അസാധാരണമായ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. മറക്കാൻ കഴിയാത്ത ഒരു അനുഭവത്തിൽ ഇന്ന് രാത്രികാലം ഞങ്ങൾക്കായി ദാനം ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ജനത്തെ വേഗത്തിൽ കൂട്ടി വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ നിന്ന് പുതിയത് പ്രാപിപ്പാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ അതിശക്തമായി അങ്ങ് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാവിലെ കണ്ടതിനേക്കാൾ അധികമായി ഇന്നും അങ്ങ് ഉപയോഗിക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വർഷിപ്പ് ടീമിനെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു പിതാവെ. പരിശുദ്ധാത്മാവിൻ്റെ കൈകളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഓരോ ജനത്തിൻ്റെയും തുളച്ചു കയറുന്ന ദൈവവചനത്തിൻ്റെ ശക്തി ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മേൽ ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ. വലുത് ഞങ്ങൾ പ്രതീക്ഷയുടെ ആയിരിക്കുന്നു. ശുശ്രൂഷയ്ക്ക് ആരാധനയ്ക്ക് തടസ്സമായിരിക്കുന്നു എല്ലാ മാനുഷിക മണ്ഡലങ്ങളെയും ദേശത്തിൻ്റെ പോരുകളെയും സ്വർഗ്ഗമനിക്കുന്ന അധികാരം ഒഴിച്ച് സാർശിച്ച് നിർമൂലമാക്കി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ മേലൊരു ജയത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പിതാവ്. സ്വർഗം ഞങ്ങൾക്ക് ജയം തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുയേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രികാലവും ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു വന്ന് നിൽക്കാൻ നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാനും ദൈവം ഒരുക്കി തന്ന ഈ വലിയ ഭാഗ്യത്തെ ഉയർത്തുകൊണ്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വലിയവൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലവും നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ചില ഗാനങ്ങളെ ദൈവസന്നിധിയിൽ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. അന്നേരം മമ മാനസഹേദം ഒന്നായണയും വെയിലിൽ. അന്നേരം മമ മാനസഹേദം ഒന്നായണയും വെയിലിൽ ഹിമം പോൾ. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. നിത്തോടുകളിൽ മാനേ പോലൻ മാനസമീശനിൽ സുഖം തേടി. നിത്തോടുകളിൽ മാനേ പോലൻ മാനസമീശനിൽ ഇടം തേടി. വറ്റാജീവജലത്തിൻ നദിയൻ വറുമയകറ്റി നിവർത്തിയരുളി. വറ്റാജീവജലത്തിൻ നദിയൻ വറുമയകറ്റി നിവർത്തിയരുളി. ഒന്നേയുണ്ടെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ നിത്തോടുകളിൽ മാനേ പോലൻ മാനസമീശനിലിടം തേടി. നിത്തോടുകളിൽ മാനേ പോലൻ മാനസമീശനി
ജീവനിലിടം തേടി ജീവജലത്തിൻ നദിയൻ വറുമയകറ്റി നിവർത്തിയരുളി ഒന്നേയും ആനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ ഒന്നേയും എനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ മകളൊന്നും ശാന്തിയെ നൽകാതെ മാനം ധനമി മണ്ണിൻ മഹിമകളൊന്നും ശാന്തിയെ നൽകാതെ ദാഹം പെരുകും തണ്ണീരൊഴികെ ലോകം വേറെ തരികില്ലറിക ദാഹം പെരുകും തണ്ണീരൊഴികെ ലോകം വേറെ തരികിൽ തരിക ഒന്നേയുണ്ടെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ ഒന്നേയുണ്ടെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ കൺബലിവേദി ഉരുകിലും നീവലും വീടും കൂടും കണ്ടതുപോൽ കൺബലിവേദിയിൽ ഉരുകിലും നീവലും വീടും കൂടും കണ്ടതുപോൽ എൻ ബലമാം സർവേശ്വരനിൽ ഞാൻ സാനന്ദം സതതം തേടും സതതം എൻ ബലമാം സർവേശ്വരനിൽ ഞാൻ സാനന്ദമഭയം തേടും സതതം ഒന്നേയുണ്ടെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ ഒന്നേയുണ്ടെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ സഗമാനി സരി സാനിദപ ഗമപ ഒന്നേയുണ്ടെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ ഒന്നേയുണ്ടെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ അന്നേരം മമ മാനസേതം ഒന്നായണയും വെയിലിൽ ഹിമം പോൽ അന്നേരം മമ മാനസേതം ഒന്നായണയും വെയിലിൽ ഹിമം പോലൊന്നേയുണ്ടെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ ഒന്നേ
പാടട്ടെ. ഉലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. Praise the Lord. Hallelujah. Hallelujah. ഇന്ന് രാത്രികാലം നിങ്ങൾ വലിയ പ്രതീക്ഷയോടെ ആയിരിക്കുക. നമ്മുടെ ദൈവം ആരിലും ആരാധ്യനാണ്. രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്. ദൈവം നമ്മുടെ ബലവും സങ്കേതവുമാണ്. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി കൂടെ ഇരുന്ന് വഴി നടത്തുന്ന നല്ലൊരപ്പനാണ് നമ്മുടെ ദൈവം. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പ്രശ്നങ്ങളെ നോക്കി, പ്രതികൂലങ്ങളെ നോക്കി നിങ്ങൾക്ക് പറയാൻ കഴിയണം, യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും. വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കാതെ കർത്താവ് നടത്തുന്ന വഴികളെ ഓർത്ത് ഇന്ന് രാത്രികാലം ഒരു ഗാനം കൂടെ പാടി കർത്താവിന് ആരോട് നല്ലതായിട്ട് എല്ലാവരും കരങ്ങളടിച്ച് തന്നെ കർത്താവിനെ ആരാധിക്കണം. അതിനാ കർത്താവ് നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ. ആരിലും ആരാധ്യൻ നീ, രാജാതി രാജാവും നീ. ആരിലും ആരാധ്യൻ നീ, രാജാതി രാജാവും നീ. പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആരാധന സ്തുതി രാജാവിന്. എൻ ബലവും എൻ കോട്ടയും നീ മാത്രമേശുനാഥാ. എൻ ബലവും എൻ കോട്ടയും നീ മാത്രമേശുനാഥാ. ആശ്രയമായി നീയല്ലാതെ ആരുള്ളു എൻ ദൈവമേ. ആശ്രയമായി നീയല്ലാതെ ആരുള്ളു എൻ ദൈവമേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആരാധന സ്തുതി രാജാവിന്. പാവനനാം പരിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ. പാവനനാം പരിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ. മറവിടവും എൻ്റെ ഉപനിധിയും നീ മാത്രമെന്നേശുവേ. മറവിടവും എൻ്റെ ഉപനിധിയും നീ മാത്രമെന്നേശുവേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആരാധന സ്തുതി രാജാവിന്. ആരിലും ആരാധ്യൻ നീ, രാജാതി രാജാവും നീ. ആരിലും ആരാധ്യൻ നീ, രാജാതി രാജാവും നീ. പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ
സ്തുതികൾ പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയാ ഹല്ലേലൂയാ ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയാ ഹല്ലേലൂയാ ആരാധന സ്തുതി രാജാവിന്. ആരിലും ആരാധ്യൻ നീ രാജാതിരാജാവും നീ. ആരിലും ആരാധ്യൻ നീ രാജാതിരാജാവും നീ. പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയാ ശൈഡാരാ ചൂടാധാരാ ധീരബാല റിമനാല ബല ശെറ്റേരി യാന്തോരോലോ റിമാന ചൂടാധാരാ രഗജേ രഗദാ രഗദാര ബല വൈണം ചാരം രഗദം രഗദം ചൂടബല രഗഡഗ രഗദര വൈണബല രഗജേ രഗദാര ബല ശംദാരാ ചൂടാധാരാ ധാരാ ധാരാ ധീരബാല റിഖരാല റിയാന്തോ ശെറ്റേരി യാന്തോരോലോ ഗോരോ റിമനാല ബല ശംദാരാ ചൂടബല രഗഡഗ രഗദര വൈണം ചാരം രഗദം 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 റിയാന്തോരോലോ ഗോരോ ചൂടാധാരാ ധാരാ രഗദാര ബല ശംദാരാ ചൂടബല രഗഡഗ രഗദര വൈണം ചാരം രഗദം 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 വൈണം കട്ടം രഗദം രഗദം ശെറ്റേരി യാന്തോരോലോ ചൂടാരാ ധാരാ രഗജേര ബല ശംദാരാ ചൂടബല രഗഡഗ രഗദര വൈണം ചാരം രഗദം രഗദം. അന്യഭാഷകൾ അല്പസമയം വായ്കളെ തുറന്ന് റിയാന്തോ റോബോലോ ശെറ്റേരി മാനാധാര ചൂടാര ബല രഗജേര ഗദാര ഗജേര ബല ശംദാരാ റിഖാരാല ധാരാ ധാരാ ചൂടാബാര വൈഡാരാ റിമോരോരോ ധോരോ ശെറ്റേരി യാന്തോരോലോ ചൂടാരം ചാരം രഗദം 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 ചിമിനി റിഗതി റിഗതി റിബിലെ ശംദാരാ ചൂടാ ധാരാ ധാരാ റിഖോരോലോ ബോരോ ധോരോ റിമാന ശംദാരാ ചൂടബല രഗഡഗ രഗജര വൈണം ചാരം രഗദം രഗദം റസറ്റേരി മോലോരോ ധോരോ ചൂടാരാ ധാരാ രഗദേര ബല ശൈഡബല രഗദേര ഗദാര ബല ശംദാരാ റിമാന റിഖാരാല ചൂടാരം ചാരം രഗദം 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 ചിമിനി റിബിരി 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 വൈണം കട്ടം രഗദം രഗദ ശെറ്റേരി യാന്തോരോലോ റിമാന ചുടബല രഗഡഗ രഗജര വൈഡവരാ ജഗരേ ജഗരാ ജഗരാര സറ്റേരി മോരോദോ റിമാന റിഖാരാല രൈദേരേ ദേരേലേ ശംദാരാ ചൂടാധാരാ റിഖാരാല വൈഡാരം രമണം രഗദം ശൈഡം ചാരം രഗദം രഗദം ചിമിനി റിഗതി 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 വൈഡാരാ റിമോരോദോ രോലോ ധോരോ ശെറ്റേരി യാന്തോരോലോ ബോരോ ശൈഡം ചാരം രഗദം 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 റിമാന ശെറ്റേരി യാന്തോരോലോ ധോരോ റോഖോരി യാന്തോരോലോ ബോരോ വൈഡം ചാരം രഗദം 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 രഗദം. കരങ്ങളൊക്കെ ഒന്ന് സ്വർഗത്തിൽ എത്തിപ്പിടിച്ചു. യേശുവേ ആരാധ്യനേ ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. യേശുവേ ആരാധ്യനേ ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. യേശുവേ ആരാധ്യനേ ദൂതന്മാർ
വാഴ്ത്തിയിടുന്നേ യേശുവേ ആരാധ്യനേ ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ യേശുവേ ആരാധ്യനേ ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. പിതാവേ, അങ്ങയുടെ വലിയ പ്രവർത്തിക്കാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അങ്ങയുടെ അസാധാരണമായ ദൈവമഹത്വം കാണുവാൻ ഇന്ന് രാത്രികാലം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. അങ്ങയുടെ നാമം ചൊല്ലി ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളടിച്ച് കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. കർത്താവ് നിങ്ങളെയൊക്കെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലവും നിങ്ങൾ വലിയ പ്രതീക്ഷയോടെ ആയിരിക്കുക. കർത്താവിൻ്റെ അഭിഷിക്തൻ ഇന്ന് പകൽക്കാലം ശുശ്രൂഷിച്ചു. വളരെ അനുഗ്രഹമായിരുന്നു തോന്നുന്നു. കരങ്ങളോർത്ത് കർത്താവിൻ്റെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രികാലം നമ്മളെ ശുശ്രൂഷിക്കുവാനായി കടന്നു വന്നിട്ടുണ്ട്. കർത്താവ് പ്രിയ അഭിഷിക്തനെയും സഹായിക്കട്ടെ. ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായി തീരട്ടെ. നാളെ കൃത്യം 10 മണിക്ക് തന്നെ 3-ാമത്തെ ദിവസത്തിൻ്റെ ഫാസ്റ്റിംഗ് പ്രയർ ആരംഭിക്കും. നിങ്ങളെല്ലാവരും വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ കടന്നു വരിക. കർത്താവ് പ്രവർത്തിക്കും. നിങ്ങൾക്ക് വിടുതലുകൾ സംഭവിക്കും. കഴിഞ്ഞ 2 നാൾ ഇന്നലെ തുടങ്ങി ഇന്ന് വരെ കർത്താവ് അസാധാരണമായ രീതിയിൽ ഇവിടെ ചലിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവ് ഇനിയും നടത്താൻ സർവശക്തനാണ്. ആമേ. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റുന്നേ. ഇപ്പോൾ നിങ്ങൾ കരങ്ങളടിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ നമ്മളെ ശുശ്രൂഷിക്കാനായി മുന്നോട്ട് കടന്നു വരും. നമ്മുടെ ദൈവം വലിയവനായ ദൈവമാണ്. അത്യത്ഭുതകരമായി നമ്മെ ഇതുവരെയും മാനിച്ച ദൈവമാണ്. ദൈവത്തിൻ്റെ നടത്തിപ്പുകൾ വലുതാണെന്ന് പരിശുദ്ധാത്മാവിലൊന്നറിയാൻ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി തന്നെ ആലോചന പറയുകയാണ്. ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലേക്കൊന്ന് കയറേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ദൈവസാന്നിധ്യത്തിനകത്തേക്കൊന്ന് കയറേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാം തൽപ്രഭാന്ധന ഘടകതിനിയ ഒന്ന് 2 നിമിഷങ്ങൾ കൂടി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ പ്രിയരെ? നാവുകളെല്ലാം ഒന്ന് തുറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അത്തരങ്ങളെല്ലാം തുറന്ന് കർത്താവിനൊന്ന് മഹത്വം കൊടുത്ത് എല്ലാ തരങ്ങളും നിങ്ങളുടെ ശബ്ദമെല്ലാം പുറത്തു കേൾക്കട്ടെ. ഓ, അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോ ആരാധ്യനില്ല. യേശുവാർക്കും കടക്കാരനല്ല, യേശുവാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോ ആരാധ്യനില്ല. ഹാ 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 ലേലുയാ, 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 പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥൻ
മശിഹ പരിശുദ്ധൻ മഹോന്നതദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു സ്വർലോകനാഥന മശിഹ അധരങ്ങളെല്ലാം ഒന്ന് തുറന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് കർത്താവിനൊന്ന് മഹത്വം കൊടുത്ത് അഭിഷേകത്തിന്റെ രാത്രിയായി തീരേണ്ടതിനായി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് രസാധാരണ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ മൂവ് ചെയ്യേണ്ടതിനായി ദൈവ സാന്നിധ്യം കൊണ്ട് നിറയേണ്ടതിനായി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് സമർത്ഥന ചില സങ്കടങ്ങൾ ഇന്ന് രാത്രി തീരട്ടെ, സങ്കടങ്ങൾ ഇന്ന് രാത്രി തീരട്ടെ, പ്രയാസങ്ങൾ ഇന്ന് രാത്രി തീരട്ടെ, പ്രതിബന്ധങ്ങൾ ഇന്ന് രാത്രി തീരട്ടെ. തകർച്ചയുടെ ലിസ്റ്റിൽ നിന്ന് നിന്നെ ദൈവം ഒരു അനുഗ്രഹത്തിന്റെ ലിസ്റ്റിലേക്ക് മാറ്റുകയാ. പരാജയത്തിന്റെ ലിസ്റ്റിൽ നിന്ന് നിന്നെ ജയത്തിന്റെ ലിസ്റ്റിലേക്ക് മാറ്റാൻ പിതാവേ, ഞങ്ങൾ ഒന്നിച്ചങ്ങടെ തിരുസന്നിധിയിൽ അടുത്തു വന്ന് പ്രാർത്ഥിക്കും. ഇതൊരു ജയത്തിന്റെ പകലാകയാൽ ദൈവത്തോട് നന്ദി പറയാം. മഹാദൈവം ഇറങ്ങണമേ. അത്ഭുതകരമായ പ്രവൃത്തിക്ക് വേണ്ടി ഞങ്ങളെ കർത്താവ് ഒരുക്കണം. രാത്രി ചർച്ചിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. വന്നവരുടെ മേൽ ഒരു ആത്മാവിന്റെ മാരി പെയ്തിറങ്ങാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. മഹത്വം കർത്താവ് എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദയവായി ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. ഈ നല്ലതും വിലയേറിയതും മാന്യവുമായ സന്ധ്യയെങ്കിലും കർത്താവിൻ്റെ നിയോഗപ്രകാരം നമുക്ക് അടുത്തു വരുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ വൻ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് പകലത്തെ മീറ്റിങ്ങിന് അനന്തരമായി ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കാകുവാൻ ദൈവം ഇട നൽകിയല്ലോ. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ അത്ഭുതം ചെയ്യും. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും സർവശക്തനായ ദൈവം ഇറങ്ങി വൻകാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ദൈവം പ്രവർത്തിച്ചാൽ ആർക്കും തടുക്കാൻ കഴിയുകയില്ല. അതുപോലെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വ്യാപരിക്കപ്പെടുന്നത്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം, കർത്താവേ അങ്ങ് എനിക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കണം, അങ്ങ് എനിക്ക് വേണ്ടി ഒന്ന് ചലിക്കണം. എത്ര പേരുണ്ടെന്ന് രാത്രി പ്രാർത്ഥിക്കാൻ, അങ്ങൻ്റെ വിഷയത്തിനകത്ത് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? അങ്ങയുടെ കരം എൻ്റെ മേലൊന്ന് വെക്കണമെന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാ. അങ്ങനെ നാം പ്രാർത്ഥിച്ചാൽ നിശ്ചയം ഇന്ന് രാത്രി ഇറങ്ങാനുള്ള കർത്താവ് ഇതിൻ്റെ നടുവിൽ ഇറങ്ങി വരും. അത്ഭുതം ചെയ്യാനുള്ള ദൈവം ഇന്ന് രാത്രി ഇറങ്ങി വരും. നമ്മെ തകർത്ത് കളയാൻ ശത്രു നോക്കുന്നത്, പക്ഷേ ദൈവം നമ്മെ പണിതെടുക്കുന്ന ദൈവമാണ്. ശത്രു തകർക്കുന്നിടത്ത് നിന്ന് തന്നെ ദൈവം നമ്മെ പണിതെടുക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഒന്ന് ആമേൻ പറഞ്ഞിട്ട് പറഞ്ഞേ, പൈശാചിക മണ്ഡലങ്ങൾ എവിടെ എന്നെ തകർക്കാൻ നോക്കുന്നോ അവിടെ ദൈവം എന്നെ വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. എവിടെ എനിക്ക് സങ്കടം ഉണ്ടാകുന്നോ അവിടെ എനിക്കൊരു വർധന ഉണ്ടാകും. എവിടെ എനിക്ക് കഷ്ടത ഉണ്ടാകുന്നോ അവിടെ എനിക്കൊരു അനുഗ്രഹം ഉണ്ടാകും. എവിടെയൊക്കെ ഞാൻ കരഞ്ഞോ അവിടെയൊക്കെ എൻ്റെ വാഗ്ദത്തം പുറത്തു വരും.
എവിടെയൊക്കെ ഞാൻ വിഷമിച്ചോ അവിടെയൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരം തട്ടി കർത്താവിനെ സ്തുതിക്കണം. ഓ റബല ഷാൻചരാടലാടലാടര. ഇത് ദൈവ പ്രവൃത്തിയുടെ സമയമാണ്. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇത് ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന സമയമാണ്. ഒരു അസാധാരണ ദൈവ സാന്നിധ്യം, അസാധാരണ അഭിഷേകത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് അയക്കട്ടെ. ഒത്തിരി പ്രാർത്ഥനയോടെ ഇന്ന് സന്ധ്യയെങ്കിൽ നമുക്കായിരിക്കാം. കർത്താവ് നൽകി തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചനയിലേക്ക് ഇന്ന് രാത്രി നാം ഒന്നിച്ച് പ്രവേശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പോകുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം അതിന് 9-ാമത്തെ വാക്യം വായിക്കണം. വിശുദ്ധ വേദപുസ്തകം കരത്തിലെല്ലാവരും എടുത്താട്ടെ. എന്നിട്ട് 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. കരമുയർത്തിയോ നാമം പറയാമോ? ഒന്നുകൂടി എല്ലാവരും ചേർന്ന് ആ വാക്യം ഒന്ന് വായിച്ചേ. നമ്മുടെ കർത്താവായ, ചേർന്ന് വായിച്ചേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഓ, ഇങ്ങനെയാണോ ചേർന്ന് വായിക്കുന്നത്? എല്ലാവരും ഒന്ന് ചേർന്ന് വായിച്ചേ ആ വചനം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ആമേൻ. നല്ല വചനത്തിനായോ നാമം പറഞ്ഞേ? ഓ, നന്നായിട്ട് ആമേൻ പറഞ്ഞെന്ന്. ഹല്ലേലൂയ. അത്രയും ശക്തിയൊക്കെ ഒന്ന് വെളിപ്പെട്ട് വരട്ടെ. നമ്മളിരിക്കുന്നത് കോടാനുകോടി ദൈവദൂതന്മാർ ഒന്നിച്ച് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. നിത്യ സ്വർഗത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് 2 കൊണ്ട് പാദം മൂടി 2 കൊണ്ട് മുഖം മൂടി കെരൂബുകളും സറാഫുകളും ആരാധിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഈ ഓലത്താണിലിരിക്കുന്ന കുറച്ചു പേരൊന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ ദൂതന്മാരുടെ ആരാധനയേക്കാൾ നമ്മുടെ ആരാധനയ്ക്ക് ദൈവം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെയാണ്. സ്തോത്രം. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെയാണ്. നമ്മുടെ ആരാധന ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നാം ആരാധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലേക്ക് നാം കടക്കപ്പെടാൻ പോകുന്നത്. സ്തോത്രം പറഞ്ഞാട്ട്. ആമേൻ. ഈ ദൈവത്തെ കിട്ടിയത് കൊണ്ട് തന്നെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. ഈ കർത്താവിനെ കണ്ടത് കൊണ്ട് തന്നെയാണ് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നെങ്കിൽ നിശ്ചയമായും ദൈവത്തിൻ്റെ അസാധാരണ കരം നിങ്ങളിൽ വ്യാപരിക്കപ്പെടാൻ പോകുകയാണ്. നിങ്ങളെ തൊടാൻ പോകുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവ പ്രവർത്തികൾ മൂവ് ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ പറഞ്ഞിട്ട് പറ. എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ഞാൻ അത്ഭുതം കാണുമെന്ന് പറ. എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ഞാൻ അത്ഭുതം കാണുമെന്നൊന്ന് പറഞ്ഞേ. ഓ, മിണ്ടുന്നില്ല. എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ഞാൻ അത്ഭുതം കാണാൻ വേണ്ടി പോകുകയാണ്. ഞാൻ അത്ഭുതം കാണാൻ വേണ്ടി പോകുകയാണ്. നമ്മൾ എന്ത് പറയുന്നോ അത് ദൈവം സാധിപ്പിച്ചു തരും. ഇന്ന് രാത്രി നമ്മൾ എന്ത് പറയുന്നോ അത് കർത്താവ് വെളിപ്പെടുത്തി തരും. കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ അധരത്തിൻ്റെ മേലാണ് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നത്. നമ്മുടെ അധരത്തിൻ്റെ മേലാണ് ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുന്നത്. ഉളവാകട്ടെ എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ കേട്ടതുപോലെ ഉളവാക്കാൻ ദൈവത്തിനറിയാം. ദൈവം ചിലത് നിർമ്മിക്കുമെന്ന് പറഞ്ഞാൽ അതിനെ ഒന്നും തടുക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അനുഗ്രഹം മറ്റാരും കവരുകയില്ല. ഓ ഷാലാറബ. യെസ്. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു പറ. എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അനുഗ്രഹം മറ്റാരും കവരുകയില്ല, മറ്റാരും എടുത്തു കൊണ്ടുപോകയില്ല, മറ്റാർക്കും അതിനെ എടുത്തില്ലാതെയാക്കുവാൻ കഴിയുകയില്ല. അത് ഞാൻ തന്നെ പ്രാപിക്കും. ഇതുപോലൊരു കർത്താവിനെ ജീവിതത്തിൽ കിട്ടിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഭാഗ്യം കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്നത് പോലെ മകൾ ഭാഗ്യം വേറെ ഒന്നുമില്ല. ആമേൻ പറഞ്ഞാട്ട്. ഓ, നന്നായിട്ട് ആമേൻ പറഞ്ഞാണ്. എൻ്റെ പ്രിയരെ, നമ്മൾ മാത്രമല്ല കർത്താവിനെ ആരാധിക്കുന്നത്. ഇന്ന് ആമേൻ ഈ ലോകത്തിൽ അറിയപ്പെടുന്ന പലരും കർത്താവിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുക. ആമേൻ പറയുന്നവരാമേൻ പറയണം. ആമേൻ. ഒന്നുകൂടി ഞാൻ പറഞ്ഞാൽ, ഇന്ന് നിയമസഭയുടെ അകത്തുള്ളവർ പോലും സ്നാനപ്പെട്ടവരുണ്ട്. കേരള നിയമസഭയുടെ അകത്ത്. നിങ്ങൾക്കൊരു സന്തോഷമില്ല. അവരുടെ കുടുംബം മിക്കവാറും എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വരുന്ന, ഞാൻ പേരൊന്നും പറയത്തില്ല. കഴിഞ്ഞ ആഴ്ച 2 ദിവസം ഉണ്ടായിരുന്നു. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നിങ്ങൾ മാത്രം കുറേ പാവത്തങ്ങൾ യേശുവിനെ അറിഞ്ഞ് തിരിച്ചു പോകുന്നെന്നോ?
ഇന്ന് സ്റ്റേറ്റ് കാറെ നടക്കുന്നവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ സന്നിധി വില കൊടുത്ത് നിൽക്കുക. ആമേൻ പറഞ്ഞേ, ആമേൻ പറഞ്ഞേ. അതാരാന്ന് നിങ്ങൾ തിരക്കിയാൽ ഞാൻ നിങ്ങളോട് പറയത്തില്ല. നമുക്കൊരു ഗുണമുണ്ട്, പിന്നെ എല്ലാവരോടും അതങ്ങ് പറയും. കർത്താവിന് ചില രഹസ്യ ശിഷ്യന്മാരെ ആവശ്യമുണ്ട്, രഹസ്യത്തിൽ തുടരുന്നവരെ ആവശ്യമുണ്ട്. വെറുതെ പറയല്ല. നമ്മൾ ഇന്നലകളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ നിയമസഭയെ പ്രാർത്ഥിക്കുന്നവൻ വരണമെന്ന്, സ്നാനപ്പെട്ടവൻ വരണമെന്ന്. ഇന്നുണ്ട്, അതാ ഞാൻ പറയുന്നത്. ആമേൻ പറഞ്ഞേ. ഞങ്ങളുടെയൊക്കെ അടുക്കൽ അങ്ങനെയുള്ള ആളുകൾ പ്രാർത്ഥിക്കാൻ വരാറുണ്ട്, മാസത്തിൽ ഒരിക്കലെങ്കിലും വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആത്മാവിൽ പറയുന്നത്, നീ ആരാധിക്കുന്ന ദൈവം സകല ബുദ്ധിമാന്മാർക്കും അധികാരികൾക്കും ഈ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കരുത് കുറച്ച് പാവത്തങ്ങൾ ഒന്നിച്ചുകൂടി ഇരുന്ന് കൈയടിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുക. അല്ല, കർത്താവ് ഒത്തിരി പേരെ കർത്താവിലേക്ക് കൊണ്ടുവരികയാ, ഒത്തിരി പേരെ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് കൊണ്ടുവരികയാ. എൻ്റെ ദൈവം ഇനിയും ആളുകളെ ദൈവരാജ്യത്തിന് വേണ്ടി കൊണ്ടുവരും കേട്ടോ. ദൈവ മഹത്വത്തിന് വേണ്ടി കൊണ്ടുവരും. ദൈവരാജ്യ സംബന്ധമായി കർത്താവ് കൊണ്ടുവരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ യേശുവിനെ കണ്ടത് എൻ്റെ ജീവിതത്തിൻ്റെ വലിയ ഭാഗ്യമാണ്. ഒരിക്കലും സാധ്യതകളൊന്നും ഇല്ലായിരുന്നു. എൻ്റെ നാട് പാലക്കാട് പട്ടാമ്പി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ഒരു ബ്രാഹ്മണ കുടുംബത്തിലൊരു പൂജാരിയുടെ മകനായിട്ടാണ് ജനിക്കപ്പെട്ടത്. 3 ക്ഷേത്രങ്ങൾ എൻ്റെ പിതാവിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു, കുടുംബക്ഷേത്രങ്ങളായിട്ട്. എൻ്റെ പിതാവ് വലിയൊരു പൂജാരിയായിരുന്നു. എൻ്റെ പിതാവിൻ്റെ സാക്ഷ്യം അടുത്ത ദിവസം ഞങ്ങളുടെ യൂട്യൂബിൽ അത് ഏതാണ്ട് ഒരു മണിക്കൂറോളമുണ്ട്. അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നതേ ഉള്ളൂ. ആമേൻ. ഒരിക്കലും യേശുവിനെ കാണുവാൻ സാധ്യതയില്ലാത്ത കൂടാരത്തിനകത്തുനിന്ന് കർത്താവിനെ കാണുവാൻ ദൈവം അവസരം തന്നു. സ്തോത്രം പറഞ്ഞാട്ട്. അവസരം തന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ മാന്യതയാണ്. ഈ കർത്താവിനെ കണ്ടതാണ് ഉലകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. യേശുവിൻ്റെ മഹത്വത്തെ ചുമക്കാൻ തുടങ്ങിയതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. നീണ്ട 24 വർഷങ്ങളായി യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങി. ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, 22 വർഷങ്ങൾക്കൊക്കെ മുൻപിൽ ആമേൻ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഒത്തിരി തവണകൾ വന്ന് നെയ്യാറ്റിങ്കരയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ആമേൻ. കാഞ്ഞിരംകുളത്ത് ഒത്തിരി ആമേൻ വേദികളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഈ ദേശത്ത് ഒത്തിരി ഇടങ്ങളിൽ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ വർഷങ്ങൾ കഴിഞ്ഞ് ഇതുവഴി വരുമ്പോൾ എത്രയെത്ര സഭകൾ എഴുന്നേറ്റെന്നറിയാമോ? എത്രയെത്ര അഭിഷിക്തന്മാർ എഴുന്നേറ്റെന്നറിയാമോ? എത്രയോ പേരെ കരം പിടിച്ച ദൈവം പുറത്തു കൊണ്ടുവന്നെന്നറിയാമോ? കാര്യം ഇത് ജീവനുള്ള മാർഗമാണ്. ആമേൻ പറഞ്ഞാട്ടെ. ഇത് ക്രിസ്തുവിന്റെ മാർഗമാണ്, ഇത് അഭിഷേകത്തിന്റെ മാർഗമാണ്, ഇത് ദൈവശക്തിയുടെ മാർഗമാണ്. ഇത് മരിച്ച ഒരുവനെ കുറിച്ചല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്, ജീവനുള്ളവനെ കുറിച്ചാണ്. യെസ്. ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞോണം, ഇതുപോലെ സത്യസന്ധനായ ദൈവം വേറെയില്ല, ഇതുപോലെ പ്രവർത്തിക്കുന്ന ദൈവം വേറെയില്ല, ഇതുപോലെ കരുതുന്ന ദൈവം വേറെയില്ല. ഞാൻ ഇപ്പോൾ തിരുവല്ല പട്ടണത്തിലാണ് ഞാൻ താമസിക്കുന്നത്. തിരുവല്ലയിൽ കർത്താവിൻ്റെ കൃപയാൽ 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവസഭ സ്ഥാപിക്കുവാൻ പൊതുവായ ശുശ്രൂഷകളിലായിരുന്നു ഏറ്റവും കൂടുതൽ. ദൈവം അവസരങ്ങളെ നൽകി തന്നു. 200ഓളം ആളുകൾ ഇന്ന് ആ ദൈവസഭയിൽ ആരാധിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് ഞങ്ങളുടെ സഭ മെമ്പേഴ്സ് ഉണ്ട്. ട്രിവാൻഡ്രത്ത് നിന്ന് ഹലോ, ഇവിടുന്ന് വണ്ടിക്ക് കയറി തിരുവല്ല വന്ന് ആരാധിച്ച് അവർ തിരിച്ചു വരും. ഉണ്ടെന്നില്ലല്ലോ. നമ്മൾ ഒന്നുകൂടി വിലപ്പെടണം. ട്രിവാൻഡ്രത്ത് നിന്ന് ഞങ്ങളിങ്ങനെ മീനെ പിടിച്ചുകൊണ്ട് പോവുക. വേറെ ഏതെങ്കിലും ചർച്ചിലുള്ളവരെയല്ല. ഞങ്ങളവിടെ വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്ന് നിൽക്കുന്ന കുടുംബങ്ങൾ ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്തുണ്ട്. എല്ലാ ചൊവ്വാഴ്ചകളിലും ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് ഞങ്ങളുടെ വിടുതൽ ശുശ്രൂഷ, ഇവിടുന്ന് ആളുകൾ അവിടെ വരും. അവിടെ വലിയ പ്രത്യേകത ഉണ്ടായിട്ടല്ല, ഞങ്ങളെപ്പോഴും ജീവിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ച് പറയാൻ തുടങ്ങി, അത്ഭുതങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങി, അടയാളങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങി, വീര്യപ്രവർത്തികളെക്കുറിച്ച് പറയാൻ തുടങ്ങി, അത്ഭുതങ്ങൾ സഭയിൽ കൂട്ടമായി നടക്കാൻ തുടങ്ങി. ആമേൻ പറഞ്ഞാട്ടെ. കഴിഞ്ഞ ഒരു 3 മാസത്തിന് മുമ്പേ ബ്ലഡ് ക്യാൻസറായി സിവിയറായിട്ടിരുന്ന, ആ സാക്ഷ്യമൊക്കെ ഞങ്ങളുടെ ലൈവിൽ കിടപ്പുണ്ട്. സിവിയറായിട്ടിരുന്ന 91% ലുക്കീമിയ ബാധിച്ച ഒരു മകൻ, ഞങ്ങളുടെ ചർച്ചിലെ മെമ്പറല്ല, അവൻ ഇടയ്ക്ക് പ്രാർത്ഥനയ്ക്ക് വരുന്നതാണ്. അവൻ ഞങ്ങളുടെ ചർച്ചിനകത്ത് വന്നിട്ട് അവൻ്റെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, 91% ലുക്കീമിയ ബാധിച്ചു കഴിഞ്ഞു. ഈ കുഞ്ഞ് രക്ഷപ്പെടുന്ന കാര്യത്തിൽ വലിയ പ്രയാസമാണ്. ആമേൻ. ഞങ്ങൾ ചർച്ചെല്ലാം കൂടെ ഒന്നിച്ച് കൈ കൊടുത്ത് പ്രാർത്ഥിച്ചു. 14ാമത്തെ ദിവസം അവൻ്റെ ശരീരത്തിൽ ക്യാൻസർ ഇല്ല എന്ന് പ്രൂവ് ചെയ്യുന്ന റിപ്പോർട്ട് അവൻ്റെ കയ്യിൽ വന്നു. അവൻ ഇന്നവൻ ട്രീറ്റ്മെന്റിലൂടെ ജീവിക്കുന്നവനല്ല, ദൈവശക്തിയിലൂടെ ജീവിക്കുന്നവനാ. ഇപ്പോഴും ഞങ്ങളുടെ ചർച്ചിൽ ആ കുഞ്ഞ് വന്നിരിക്കാറുണ്ട്. അവൻ്റെ ആരോഗ്യത്തിന് കുഴപ്പമില്ല.
അവന്റെ ബലത്തിന് കുഴപ്പമില്ല, അവന്റെ ശക്തിക്ക് കുഴപ്പമില്ല. കാര്യം എന്താ? പ്രസംഗിക്കുന്ന വചനം ജീവന്റെ വചനമാ. ഒന്നാ കരം തട്ടി ആമേൻ പറഞ്ഞാട്ടെ. ഇത് അത്ഭുതങ്ങളുടെ വചനമാ. ഞങ്ങൾ ഓരോ ആഴ്ചകളിലും അത്ഭുതങ്ങൾ കാണാറുണ്ട്. ഓ, കരങ്ങൾ അടിച്ച് യേശുവിൻ നാമത്തിൽ അത്ഭുതങ്ങൾ കാണട്ടെ, അത്ഭുതങ്ങൾ കാണട്ടെ. എല്ലാ കരങ്ങളും അടിച്ചിട്ട് പറ, അടുത്ത ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഞങ്ങൾ വലിയ മിറക്കിളുകളിലേക്ക് കടക്കാൻ പോകുകയാ, ഞങ്ങൾ വലിയ അത്ഭുതങ്ങളിലേക്ക് കടക്കാൻ പോകുകയാ, ഞങ്ങൾ ഒരു ദൈവപ്രവൃത്തിയിലേക്ക് കയറാൻ പോകുകയാ. കമോൺ ചർച്ച്, കമോൺ ചർച്ച്, കമോൺ ചർച്ച്. ഹെവൻലി റവല്യൂഷൻ ചർച്ച് ആമേൻ പറഞ്ഞു സ്വീകരിച്ച് ഓരോ ദിവസങ്ങളും ദ ഡേ ഓഫ് മിറക്കിൾ ആവർത്തിക്കട്ടെ, ദ സീസൺ ഓഫ് മിറക്കിൾ ആവർത്തിക്കട്ടെ. അത്ഭുതങ്ങളുടെ കാലഘട്ടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരട്ടെ. എപ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് പറയുക, എപ്പോഴും അത്ഭുതങ്ങളെ കുറിച്ച് പറയുക, എപ്പോഴും അടയാളങ്ങളെ കുറിച്ച് പറയുക, എപ്പോഴും ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയുക. സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആർക്കുമൊന്നും തടുക്കാൻ പറ്റുകയില്ല കേട്ടോ. നല്ല ആമേൻ പറഞ്ഞു. ആർക്കും തടുക്കാനൊന്നും പറ്റുകയില്ല. ചിലരൊക്കെ വിചാരിക്കുക എൻ്റെ ബ്രദറെ ദൈവം വാതിൽ തുറന്നതായിരുന്നു, പക്ഷെ ഇപ്പൊ എന്തോ അത് അടച്ചെന്ന് തോന്നുക. ദൈവം തുറന്നതൊന്നും ആർക്കും അടക്കാൻ പറ്റുകയില്ല. ആമേൻ പറയാമെങ്കിൽ ആമേൻ പറഞ്ഞ്. മനുഷ്യൻ തുറന്നത് മനുഷ്യൻ അടയ്ക്കും കേട്ടോ. മനുഷ്യൻ തുറന്നതല്ല മനുഷ്യൻ മൂടിക്കളയുമ്പോൾ ദൈവം തുറന്നത് ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല എന്ന് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഓ, ചില വാതിലുകൾ ഇന്ന് രാത്രി തുറകടേ, ചില വാതിലുകൾ ഇന്ന് രാത്രി തുറകടേ. ഓ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയുന്നു, നിന്നെ സഹായിക്കാൻ ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുക. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിന്നെ സഹായിക്കാൻ ചില കുടുംബങ്ങളെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുക. കമോൺ, കമോൺ. ചില വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. ചില ഉന്നത ഉദ്യോഗസ്ഥരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. ദൈവത്തിന്റെ പദ്ധതിയുള്ളവരെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി അങ്ങനെ തിരിച്ചറിഞ്ഞ് നീ ബലഹീനനായിരിക്കാം, എൻ്റെ ദൈവം ബലഹീനനല്ല. നീ തകർന്നവനായിരിക്കാം, എൻ്റെ ദൈവം തകർച്ചയെ ആമേൻ മറികടന്ന് ആമേൻ ജയിച്ച് പുറത്തു വന്ന ദൈവമാ. അങ്ങനെയെങ്കിൽ ആത്മാവിൽ വിളിച്ചു പറ, അങ്ങനെയെങ്കിൽ ആത്മാവിൽ പ്രഖ്യാപിക്കേ, ഇന്ന് രാവിലെ ഞാൻ ആമേൻ വിടുതൽ കാണും. ഇന്ന് രാത്രിയിൽ ഞാൻ അത്ഭുതത്തെ കാണും. എൻ്റെ അത്ഭുതങ്ങളെ കവർന്നെടുക്കാൻ, എൻ്റെ അടയാളങ്ങളെ കവർന്നെടുക്കാൻ എനിക്ക് വേണ്ടി ആമേൻ ആമേൻ സ്വാമേൻ സഹായിക്കാൻ എനിക്ക് വേണ്ടി ഇറങ്ങി വരാൻ ഒരു ദൈവമുണ്ട്. വിശ്വസിക്കണം കേട്ടോ. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ചില ഉന്നതന്മാരുടെ ഉറക്കത്തെ വരെ കെടുത്താൻ ദൈവത്തിനറിയാം. ചില ശ്രേഷ്ഠന്മാരുടെ ഉറക്കത്തെ വരെ ദൈവം കെടുത്തു. ഹാമാൻ എന്ന് പറയുന്ന മനുഷ്യൻ മൊർദെഖായി എന്ന യഹൂദനായിരിക്കുന്ന ദൈവഭക്തനെതിരെ പദ്ധതി ഒരുക്കുമ്പോൾ സ്വർഗം പറഞ്ഞു, മറുഭാഗത്തിരുന്ന് കരയുന്ന മൊർദെഖായി സ്വർഗം പറഞ്ഞു, രാജാവേ അങ്ങിന്ന് രാത്രി ഉറങ്ങണ്ട, അങ്ങിന്ന് രാത്രി സ്തോത്രം പറഞ്ഞ്. ഓ, നിങ്ങൾ നന്നായിട്ട് സ്തോത്രം പറഞ്ഞ്. അമ്മേ, നിങ്ങൾക്ക് ക്ഷീണമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ കൊടുക്കുന്ന സ്തോത്രമൊക്കെ നല്ല പവറോടെ കൊടുത്തോണം. ആമേൻ. പ്രഖ്യാപിക്കുന്നതൊക്കെ വിശ്വാസത്താ പ്രഖ്യാപിച്ചോണം. അവിടെയാ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നേ, അവിടെയാ ദൈവത്തിൻ്റെ അടയാളങ്ങൾ നടക്കാൻ പോകുന്നേ. രാജാവിൻ്റെ ഉറക്കം കെട്ട് കഴിഞ്ഞപ്പോൾ ദിനവൃത്താന്ത പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി. ബൈബിളിലെ ദിനവൃത്താന്ത പുസ്തകമല്ല, ഡയറി കുറിപ്പുകൾ എഴുതുന്നയാളാണ്. ഡയറി ഓരോ ദിവസം എഴുതി വെക്കുന്ന ഈ മനുഷ്യൻ അത് തുറക്കാൻ തുടങ്ങി. തുറന്ന് ഈ മനുഷ്യൻ ഈ ഡയറി കുറിപ്പുകൾ വായിക്കാൻ തുടങ്ങി. വായിച്ചപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. നാളുകൾക്ക് മുമ്പേ എൻ്റെ ജീവനെ രക്ഷിച്ചവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാനൊന്നും ചെയ്തിട്ടില്ല. അവരാരാ? അന്വേഷിച്ചു വന്നപ്പോൾ ലിസ്റ്റിലുള്ള പ്രഥമമായ പേരുകൾ ഒന്നാണ് മൊർദെഖായിയുടെ പേര്. ഞാനൊരു കാര്യം പറയാം, ഇന്ന് ചിലരെ സഹായിക്കുമ്പോൾ നമുക്ക് ചില മറുപടികൾ ഇന്ന് കിട്ടിയെന്ന് വരികയല്ല. ഇന്ന് ചിലരെ തിരിച്ച് സഹായിക്കാത്തതുകൊണ്ട് വിഷമിക്കരുത്. നിനക്ക് വേണ്ടി ദൈവം കൽപ്പിച്ചിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ആർ യു റെഡി ടു ബിലീവ്? നിനക്ക് വേണ്ടി ദൈവം കൽപ്പിച്ചിരിക്കുന്ന ഒരു ദിവസമുണ്ട്. Come on church. നിങ്ങൾക്ക് വേണ്ടി ദൈവം കൽപ്പിച്ചിരിക്കുന്ന ഒരു ദിവസമുണ്ട്. കമോൺ. നിങ്ങൾക്ക് വേണ്ടി ദൈവം എഴുതി വെച്ചൊരു ദിവസമുണ്ട്.
ഓ, എത്ര പേർക്ക് നാമം പറഞ്ഞിട്ട് ഏപ്രിൽ മാസം എനിക്ക് വേണ്ടി ദൈവം കൽപ്പിച്ചു വെച്ച മാസമാണ്. ഏപ്രിൽ മാസം എനിക്ക് വേണ്ടി ദൈവം ഒരടയാളത്തെ ചെയ്യാൻ പോകുകയാണ്, ഒരു വീര്യപ്രവൃത്തിയെ ചെയ്യാൻ പോകുക. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളടിച്ച് ശക്തിയോടെ കർത്താവ് ചിലരെ ഇന്ന് രാത്രി എഴുന്നേൽപ്പിക്കും കേട്ടോ. വലിയ തകർച്ചകൾ യേശു എഴുന്നേൽപ്പിക്കാൻ പോവാ. ഒത്തിരി വേദനയെ യേശു എഴുന്നേൽപ്പിക്കാൻ പോവാ. നിന്നിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രോമിസ് ഉണ്ട്, അത് നിന്റെ മേൽ വെളിപ്പെട്ട് വന്നിരിക്കും. ബ്രദറെ ഒന്ന് കൈ ഉയർത്തിക്കോ കേട്ടോ. നിങ്ങളുടെ മേൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രോമിസ് ഉണ്ട്. അതിനെ ഇനി അടച്ചു കളയാൻ ഈ മുന്നിലിരിക്കുന്ന ബ്രദർ തന്നെ, അതിനെ ഈ അടച്ചു കളയാൻ ഒരന്ധകാര ശക്തികൾക്കും കഴിയില്ല. കർത്താവ് ഇന്ന് രാത്രി പറയുമ്പോൾ നിന്നെ കുരുക്കാൻ എഴുതിയ ചില കുരുക്കുകൾ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി അത് ക്യാൻസലാകുക. നിന്റെ മേളിൽ ചില കുരുക്കുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓ റബരബര ഹദലഗഡഗസിഹ, ചില നിയമത്തിന്റെ കുരുക്കുകൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്താൽ അത് അഴിഞ്ഞു മാറും. ചില വിധികൾ നിനക്ക് അനുകൂലമായിട്ട് വരും. ഓ റബ ഷൻതൽ പ്രബനഗസിഹ, ന്യായാധിപന്മാർ നിനക്ക് അനുകൂലമായിട്ട് എഴുന്നേൽക്കും. കരമടിച്ചൊന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ ചർച്ച്. കർത്താവ് പറയാം, നിന്നെ പ്രതി ശത്രു എഴുതിയ ചില പദ്ധതികൾ ഇന്ന് രാത്രി ഏപ്രിൽ 11 രാത്രി 7:35 അത് ക്യാൻസൽ ആകുക. ഇവിടെ അത് ക്യാൻസൽ ആകും. അടിച്ച ദിവസം നിന്റെ മറുപടി വെളിപ്പെടും. നിനക്ക് കിട്ടേണ്ടുന്ന തടഞ്ഞു വച്ച നന്മകൾ ദൈവം ഓപ്പൺ ചെയ്യുകയാണ്. സംഭവിക്കും. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എന്നെ ഫോണിൽ നിന്ന് ഒരു ബ്രദർ എന്നെ വിളിച്ചു. ഞങ്ങളുടെ ലൈവിൽ മിക്കവാറും വരുന്ന ഒരു ബ്രദറാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഗോഡ്വിൻ എന്നാണ്. അദ്ദേഹം അയച്ച സാക്ഷ്യം എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട്. അദ്ദേഹത്തിനെതിരെ കാനഡയിൽ ഒരു കള്ളക്കേസിനകത്ത് അദ്ദേഹത്തിൻ്റെ വൈഫിനെ കുടുക്കിക്കളഞ്ഞു. ആ കുടുക്ക് വല്ലാത്ത നിലയിലേക്ക് മാറി. അവരുടെ സ്ഥാപനത്തിൻ്റെ ലൈസൻസുകൾ കട്ട് ചെയ്തു, അവരുടെ പാസ്പോർട്ടുകൾ പിടിച്ചു വെച്ചു, അവരുടെ സമ്പാദ്യങ്ങൾ ഫ്രീസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു 4 മാസത്തിന് മുമ്പേ അവരെന്നെ ഫോണിൽ വിളിച്ചു. ദിനം പ്രതി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ചർച്ചിൻ്റെ ഫാസ്റ്റിംഗ് പ്രയറിൽ അവരും ഞങ്ങളോട് കൂടെ ഒന്നിച്ചിരുന്ന് ഫാസ്റ്റ് ചെയ്യാൻ തുടങ്ങി. 2 രാജ്യം 2 സമയം ലൈവിൽ മാത്രം സംബന്ധിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കഴിഞ്ഞ മാസത്തെ പ്രാർത്ഥനയിൽ വ്യക്തമായി പരിശുദ്ധാത്മ പറഞ്ഞു, നിങ്ങൾക്കെതിരെയുള്ള വിധിയെ ദൈവം ക്യാൻസൽ ചെയ്ത് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. ഇന്ന് വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ ഒരു അത്ഭുത സാക്ഷ്യം പറയാനുണ്ട്. കാനഡയുടെ കോടതിയുടെ ചരിത്രത്തിൽ നടക്കാത്തത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു. സ്തോത്രം. പ്രതികളെ കയറ്റുന്ന ഒരു റൂമുണ്ട്, ഒരു പ്രത്യേക സ്റ്റേജുണ്ട്. ഇവിടുത്തെ കോടതികളിലുള്ളതുപോലെ അവിടെ പോലും ജഡ്ജി എന്നെ കയറ്റിയില്ല. ജഡ്ജി അതിനകത്ത് എഴുതി വെച്ചു, ഈ കേസ് ഫേക്കാണ്, ഇവനെ വെറുതെ വിട്ടിരിക്കുകയാണ്, തെളിവുകളില്ല. കരമടിച്ച് കൊണ്ട് ദൈവത്തിന് നന്ദി പറയണം ഇന്ന് രാത്രി. അതാ ഞാൻ പറയുന്നത്, ഉന്നതന് മീതെ ഒരു അത്യുന്നതനുണ്ട്. ഈ ദൈവം നിനക്ക് അനുകൂലമാകോ. ഇന്ന് രാത്രി കൃപ പ്രാപിച്ചവരൊന്ന് പ്രാർത്ഥിച്ചു പറ, ഉന്നതന് മീതെ ഒരു അത്യുന്നതനുണ്ട് കേട്ടോ. ഈ അത്യുന്നതനായ ദൈവം എന്നെ കൈവിടുന്ന ദൈവമല്ല, എന്നെ ഉപേക്ഷിച്ച് കളയുന്ന ദൈവമല്ല, എന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല. യേസ് ആമേൻ. ദൈവത്തിൻ്റെ പ്രവൃത്തി കർത്താവ് അയക്കുവാൻ വേണ്ടി പോകുകയാണ് യേശുവിൻ നാമത്തിൽ. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചേ. ആമേൻ പറഞ്ഞു സ്വീകരിച്ചേ. ആമേൻ പറഞ്ഞു സ്വീകരിച്ചേ. ഇപ്പോൾ തന്നെ ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തി അകലെയല്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി അത്ഭുതങ്ങളുടെ പ്രവൃത്തിയാണ്. ദൈവത്തിന് ചലിക്കാതിരിക്കാൻ കഴിയില്ല. ആമേൻ ആമേൻ. നിനക്ക് വേണ്ടി ദൈവം ചലിച്ചിരിക്കും. സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇറങ്ങിയിരിക്കും. അമ്മേ, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇറങ്ങാൻ പോവുക കേട്ടോ. നിങ്ങളുടെ വീടിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുക. അതിനുവേണ്ടി പ്രാർത്ഥിച്ചോണം കേട്ടോ. ഇന്ന് രാത്രിയിൽ ദൈവം പ്രവർത്തിച്ചാലുണ്ടല്ലോ, അത് ഏറ്റവും മനോഹരമാ കമാൻ. ഈ രാത്രി അഭിഷേകമുള്ളവരോ ആത്മാവില് അന്യ ഭാഷയിലൊന്ന് സ്വീകരിച്ചേ. Rekatala, Hatakatara, Hambakatara, Lertalada, Handil Katara,
യെസ് അഭിഷേകത്തിന്റെ ഒരു മാരി ഇപ്പോൾ തന്നെ പായുന്നത് എനിക്കറിയാം. ചിലർക്കൊക്കെ വിരോധമായി ശത്രു ബന്ധിച്ചത് ഇപ്പോൾ തന്നെ അഴിയുകയാ. പൈശാചിക മണ്ഡലങ്ങൾ ബന്ധിച്ചത്, കമോൺ, നീ കരമടിച്ച് ആരാധിക്കുമ്പോൾ അഴിയാനുള്ള ബന്ധനം ഇന്ന് രാത്രി അഴിയും. തിരിച്ചു നിന്റെ വീട്ടിലെത്തുന്നത് വിടുതൽ പ്രാപിച്ചിട്ടായിരിക്കുക. തിരിച്ചു നിന്റെ വീട്ടിലെത്തുന്നത് അത്ഭുതം കണ്ടിട്ടായിരിക്കുക. തിരിച്ചു നിന്റെ കൂടാരത്തിലെത്തുന്നത് ദൈവത്തിന്റെ നീതി. ആമേൻ. അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ ബന്ധനങ്ങളും ഇന്ന് രാത്രി തകർന്നു പോകും. നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ അന്ധകാര ശക്തികളും ഇന്ന് രാത്രി തകരും. ആ നീല ആമേൻ ചുരിദാറിട്ട സിസ്റ്റേ, ആമേൻ, ആ സിസ്റ്റോട് തന്നെ ഒന്ന് എഴുന്നേക്കാമോ? എഴുന്നേറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥത കാണരുതെന്ന് പറഞ്ഞ് പൈശാചിക മണ്ഡലങ്ങൾ നിങ്ങൾക്കെതിരെ പോരാടുന്നുണ്ട്. സ്വസ്ഥത കാണരുത്. 24-ാമത്തെ വയസ്സ് മുതൽ നിന്നോട് ശക്തിയോടെ വെല്ലുവിളിക്കുന്ന ഒരു പൈശാചിക മണ്ഡലം ഇന്ന് രാത്രിയിൽ അത് ദൈവം അഴിച്ചു കളയാൻ പോകുകയാണ്. യേശുവിൻ്റെ സാന്നിധ്യം നിൻ്റെ ശരീരത്തിൻ്റെ മേലും ആത്മാവിൻ്റെ മേലും ഇന്ന് രാത്രി വീഴാൻ പോകുകയാണ്. നിന്നെ ഒരു രോഗിയാക്കാൻ മുദ്ര കുത്തിയ ശക്തി ഇപ്പോൾ അത് ക്യാൻസലാകുക. നിന്റെ ശരീരത്തിൻ്റെ മേലൊരു സൗഖ്യം വ്യാപരിക്കാൻ പോകുകയാ. നിനക്ക് പലപ്പോഴും എഴുന്നേറ്റ് നിൽക്കാൻ ശക്തിയില്ല, ബലപ്പെടാൻ നിനക്ക് കഴിയുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു ദൈവശക്തി, ഇപ്പോൾ നിന്റെ ശരീരത്തിൻ്റെ മേലൊരു ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുക. വളരെ പ്രാധാന്യമുള്ള ദൂത നമ്മൾ വായിച്ചത്. കർത്താവ് വന്നത് സമ്പന്നനാക്കുവാൻ വേണ്ടിയാണ്. ഒന്ന് ആമേൻ പറയാമെങ്കിൽ ആമേൻ പറ. എന്നെ സമ്പന്നനാക്കാൻ വേണ്ടി. അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്ത് ചോറ, എന്നെ സമ്പന്നനാക്കാൻ വേണ്ടിയാണ്. കൈ കൊടുത്തില്ലേ? ആർക്കേലും ഒന്ന് തോളെ തട്ടിയിട്ടില്ലും പറഞ്ഞത് എന്നെ സമ്പന്നനാക്കാൻ വേണ്ടിയാണ്. ആമേൻ പറഞ്ഞ. ഞാൻ ആ ദൂതിൻ്റെ മർമ്മം ഒന്ന് പറഞ്ഞു തരാൻ കിട്ടും. ചില ആളുകളൊക്കെ പ്രാർത്ഥിക്കും. ഇത് ഇച്ചിരി കൂടെ ഒരു ഡെപ്തായിട്ടുള്ളൊരു ദൂതാ പറയുന്നത്. കർത്താവേ, അങ്ങേ പിരിഞ്ഞ് ജീവിക്കാൻ, ഇല്ലെങ്കിൽ അങ്ങയിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ എനിക്ക് സമ്പത്ത് തരരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്നവന് സമ്പത്ത് വേണം. ഞാനത് പ്രസംഗിക്കുന്നയാളാണ്, ഞാനത് ഡിക്ലെയർ ചെയ്യുന്നയാളാണ്. ആമേൻ പറഞ്ഞാട്ട്. ഇപ്പം നിങ്ങളുടെ ഇവിടുത്തെ പാസ്റ്റർ 2 കോടി രൂപ കിട്ടിയാൽ അസൂയപ്പെടൽ ആരും കേട്ടോ. അദ്ദേഹം ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു സ്ഥലം മേടിച്ച് വിശാലമായൊരു ചർച്ച് വയ്ക്കാനാണ് പോകുന്നത്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് 2 കോടി കിട്ടുന്നതിൽ എന്താ കുഴപ്പം? ആമേൻ പറഞ്ഞാട്ട്. അവൻ ഞാനീ പറയുന്ന ദൈവരാജ്യത്തിൻ്റെ സമ്പത്ത് നിന്നിലേക്ക് കർത്താവ് കൈമാറി തരും. ഞങ്ങളെ യേശു കർത്താവിനെ കണ്ടോണ്ട് വീടിനകത്തുനിന്ന് പടിയടച്ച് പിണ്ണം വെച്ച് ഇറക്കി വിട്ടതാ. 52 വാടക വീട്ടിൽ മാറിക്കിടന്നിട്ടുണ്ട്. 52. ഹലോ, ഉണ്ടെന്നില്ലല്ലോ. എന്നാൽ ഇപ്പൊ 10 വർഷമായിട്ട് 3 വീട്ടിൽ വാടക കൊടുക്കാതെ ജീവിച്ചുകൊണ്ടിരിക്കുക. ആരുമില്ല ഗ്ലോറി പറയാൻ. ഞങ്ങളുടെ ചർച്ചയിൽ വരുന്ന 2 പേര്, അതിലൊരു അച്ഛൻ ഒരിക്കൽ എന്നോട് വന്ന് പറഞ്ഞു, ഓ പാസ്റ്റർ സുഖമാണല്ലോ. ഞാൻ പറഞ്ഞു, അമേൻ പാസ്റ്റർ, ഈ ചിലരൊക്കെ നിങ്ങളെ കളിയാക്കാൻ വന്നിട്ട് പറയും, ഓ ഇപ്പം വലിയ ആളായിപ്പോയി. അപ്പോഴേ പറഞ്ഞേക്കണം ആമേൻ. നമുക്കേ അറിയത്തുള്ളൂ നമ്മുടെ പേഴ്സിൽ 500 ഇല്ലയെന്ന്. ഹലോ, പക്ഷേ ഒരാൾ വലിയ ആളായെന്ന് പറഞ്ഞപ്പോൾ ഓ ഞാൻ അങ്ങനൊന്നും അല്ല, ഞാൻ താഴ്ന്നവനാണെന്ന് മിണ്ടുന്നില്ല. ഈ അടുത്ത സമയത്ത് ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, എനിക്ക് ദാരിദ്ര്യരേഖയുടെ കാർഡ് കിട്ടി. ഞാൻ പറഞ്ഞു വണ്ടി വിടാൻ പറഞ്ഞു. സ്വോത്രം പോയല്ലായിരുന്നു. എനിക്ക് എന്തോ കിട്ടി? ആ ദാരിദ്ര്യരേഖയുടെ കാർഡ് കിട്ടുന്നതുകൊണ്ട് നിനക്ക് എന്തോ കിട്ടും? 4 ലക്ഷം രൂപയുടെ വീട്. ആ കാർഡില്ലായിരുന്ന 40 ലക്ഷത്തിൻ്റെ ദൈവം നിനക്ക് തന്നേനെ. എൻ്റെ ദൈവം നിന്നെ വിളിച്ചത് ദരിദ്രനാകാനല്ല. യേശു വന്നത് എന്നെ സമ്പന്നനാക്കാൻ. ദരിദ്രനായിട്ട് യേശു വന്നു. ദൂരറിയുന്ന രാത്രി മർമ്മം അറിയണം. മർമ്മം അറിഞ്ഞു വേണം ദൈവത്തെ ആരാധിക്കാൻ. ആമേൻ, ആമേൻ പറ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു 18-19 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയൊക്കെ പ്രസംഗിക്കാൻ വരുമ്പോൾ രാത്രി പ്രസംഗമൊക്കെ കഴിഞ്ഞ്, അന്ന് സാഹചര്യങ്ങളൊക്കെ വളരെ പരിമിതമായ സമയങ്ങളാണ്. ഇവിടുന്ന് KSRTC ബസ്സിന് കയറും. ചിലപ്പോൾ ആരെങ്കിലും നെയ്യാറ്റിക്കരെ കൊണ്ട് വിടും, ഇല്ലെങ്കിൽ
ഇപ്പുറത്തുള്ള സ്ഥലങ്ങൾ ബസ് സ്റ്റോപ്പിലൊക്കെ നിർത്തും. അവിടുന്ന് KSRTC ബസ്സിന് കയറി ട്രിവാൻഡ്രത്ത് എന്ന് അവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ഞങ്ങളുടെ തിരുവല്ലയ്ക്കൊക്കെ പോകണമെങ്കിൽ രാത്രി ടിക്കറ്റ് എടുക്കണം ബസ്സേ. അങ്ങനെ പോയിട്ടുള്ളവരുണ്ടോ? ഉണ്ട്, ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഈ ചെല്ലുന്ന സമയത്ത് ചിലപ്പം ടിക്കറ്റ് തീരും ആ ബസ്സിൻ്റെ. അടുത്ത ബസ് ചിലപ്പം 12 മണിക്കാന്നൊക്കെ. അപ്പോൾ ആ ബസ്സിന് പോയാൽ അടുത്ത ദിവസം മീറ്റിങ്ങിന് അടുത്തടുത്ത് പോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയോ, സീറ്റില്ലാത്ത ബസ്സേ കയറി ഫുട്ബോളെ ഇരുന്ന് യാത്ര ചെയ്തു പോകും. നെയ്യാറ്റിക്കരൊക്കെ വലിയ കൺവെൻഷൻ കഴിഞ്ഞിട്ട് പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ. പക്ഷേ ഇരിക്കുന്നത് എവിടാ? മിണ്ടുന്നില്ലല്ലോ. വലിയ കൺവെൻഷനൊക്കെ കഴിഞ്ഞ് 500 പേര് കൂടിയത് 700 പേര് കൂടിയതൊക്കെ കഴിഞ്ഞു പോവുക. പക്ഷേ ഇരിക്കുന്നത് ഫുട്ബോളല്ല ഇരിക്കുന്നത്. നമ്മൾ തന്നെ ഇച്ചിരി കഴിയുമ്പോൾ ഇറിറ്റേറ്റഡ് ആകും. കാരണം ഇത്രയും ദൂരം പോകണം, ചിലപ്പം നിൽക്കേണ്ടി വരും. നിന്ന് തിരുവല്ല വരെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ദൈവം സാഹചര്യങ്ങളെ മാറ്റി തന്നു. സ്തോത്രം. പിന്നീട് വാഹനങ്ങളിൽ ഇവിടെ വന്ന് തിരിച്ചു പോകത്തക്ക നിലയിൽ കർത്താവ് വിശ്വസ്തനായതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. എന്താ? ആമേൻ, ആമേൻ, ആമേൻ. വചനം ഞാൻ പറഞ്ഞു തരാം. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി ഉന്നതന്മാരോടുകൂടെ സിംഹാസനത്തിൽ ഇരുത്തുന്ന ദൈവമുണ്ട്. ആ വേട് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി. കരമടിച്ചൊന്ന് ആമേൻ പറഞ്ഞു. ശക്തിയോടെ കരമടിച്ച് ബലത്തോടെ ആമേൻ പറഞ്ഞിട്ട് പറഞ്ഞ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി ഉന്നതന്മാരോടുകൂടെ സിംഹാസനത്തിൽ ഇരുത്തുന്ന ഒരു ദൈവമുണ്ട്. ശക്തിയോടെ കരമടിച്ച് ആമേൻ പറഞ്ഞിട്ട് പറ, ആ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്, ആ ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. അമ്മേ, ദരിദ്രനെ എവിടെ നിന്ന് ഉയർത്തും? കുപ്പയെന്ന് ഉയർത്തും. എന്നിട്ട് എവിടെ ഇരുത്തും? ഉന്നതന്മാരോടുകൂടെ. നിങ്ങൾ അങ്ങ് എൻ്റെ കൂടെ കൂടുന്നില്ല, പിണക്കമാണെന്നാ തോന്നുന്നേ. എന്നാൽ ഞാൻ ഇനി ഉടനെ വരത്തില്ല, പേടിക്കണ്ട. ഇന്ന് രാത്രി 1 മണിക്കൂർ കൂടി ഇരുന്നാൽ മതി. ആമേൻ. കുപ്പയിൽ നിന്ന് ഉയർത്തി സിംഹാസനത്തിൽ ഇരുത്തും, താഴ്ചയെന്ന് ഉയർത്തി ഉന്നതയിൽ നിർത്തും. ഞാൻ നിങ്ങളോട് പറയാം, അടുത്ത പ്രാവശ്യം നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ എൻ്റെ അടുക്കേ വരണം. സ്തോത്രം. ഞങ്ങൾ അവിടെ വെച്ച് മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്തെന്ന് പറയാനല്ല, എൻ്റെ താഴ്ചയിൽ ഇരുന്നപ്പോഴാണ് വചനം കേട്ടത്. ദൈവം എന്നെ ഉയർത്തി, ദൈവം എന്നെ വർദ്ധിപ്പിച്ചു, ദൈവം എനിക്ക് വാതിലുകൾ തുറന്നു. കൃപ പ്രാപിച്ചവരൊന്ന് ആമേൻ പറഞ്ഞ്, ആമേൻ പറഞ്ഞ് ദൈവികമായ ഫിനാൻസിലേക്ക് ഇന്ന് രാത്രി ഒന്ന് കയറിക്കേ. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുവരട്ടെ. ഈ ചർച്ചിനകത്ത് ആമേൻ ഹെവൻലി ഫിനാൻസുകൾ ഓപ്പൺ ആകട്ടെ, സ്വർഗീയ നന്മകൾ ഓപ്പൺ ആകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് സംഭവിക്കണ്ടേ? എണ്ണം കരഞ്ഞ് കഷ്ടപ്പെട്ട് തകർന്ന് ജീവിക്കാനല്ല ദൈവം നിങ്ങളെ വിളിച്ചേ. മാന്യമായി ജീവിക്കാൻ കർത്താവ് നിങ്ങളെ വിളിച്ചു. ഓഹോ, ആമേൻ. അപ്പം ചിലർക്ക് ഈ മർമ്മമൊന്നും അറിയത്തില്ല കേട്ടോ. അവർ പറയും യേശു കർത്താവ് ജനിച്ചത് എവിടെയാ? വഴിയമ്പലത്തിലാണ് ജനിച്ചത്, അല്ലേ? ആണോ? നിങ്ങൾ എന്ത് വേണേലും പറയാൻ തയ്യാറാണ്. സ്തോത്രം. വഴിയമ്പലത്തിൽ ഇടമില്ലാത്തത് കൊണ്ട് സ്തോത്രം. ഞാൻ പറയുന്ന എല്ലാം നിങ്ങൾ യേശു പറയുന്നുണ്ട്. ഞാനൊന്ന് നിങ്ങൾക്ക് അറിയാവുമെന്ന് അറിയാൻ വേണ്ടിയാണ്. യേശുവിനെ കൊണ്ട് ചെന്ന് എവിടെ കിടത്തി? കാലിത്തൊഴുത്തി കൊണ്ട കിടത്തി. വഴിയരികിൽ വഴിയമ്പലം 2 റൂമേ ഉള്ളൂ. അവിടെ ഇടയില്ല. ആമേൻ. യേശു ജനിക്കാൻ സമയമായി. യേശു ജനിക്കപ്പെട്ടു, കാലിത്തൊഴുത്തിൽ കൊണ്ട കിടത്തി. അപ്പം നമ്മൾ പറയും യേശു അങ്ങനല്ലേ ജനിച്ചേ, പിന്നെ നമുക്ക് ഇങ്ങനെ കിടന്നാൽ എന്നാ? പൗലോസ് എന്ന ദൈവമനുഷ്യൻ പറയുക, യേശു അങ്ങനെ ജനിച്ചത് നിന്റെ ദാരിദ്ര്യത്തെ മാറ്റാൻ വേണ്ടിയാ. വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെ ആമേൻ പറഞ്ഞ് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് ഇന്ന് രാത്രിയിൽ ഒരു വലിയ ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യാൻ പോകുകയാ. ഓ ജീസസ് ലാറ്റൽ ബൗഷസ് ഹാർത്തൽ പ്രഭാന്തനഗടഗദനിയ വേദിൽ കചാരികദലഗടഗദനിയ. എത്ര പേരുണ്ടെന്ന് ആമേൻ രാത്രിയിൽ ആമേൻ പറയാൻ? നിങ്ങൾ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി വ്യാപരിക്കപ്പെടും. ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെട്ടു വരും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അടയാളങ്ങളെ കാണുവാൻ തുടങ്ങും. അപ്പോൾ യേശു കർത്താവ് ദരിദ്രനായത് നിന്നെ സമ്പന്നനാക്കാൻ വേണ്ടിയാണ്. ഇനി തെളിവ് ഞാൻ പറയാം. യേശുവിൻ്റെ കൂടെ എത്ര ശിഷ്യന്മാരുണ്ട്? ഉറക്കെ പറയില്ലേ? ഞായറാഴ്ച പാസേ സൺഡേ സ്കൂൾ എടുക്കണം കേട്ടോ. ഇവർക്ക് ആത്മാവി കൈയടിച്ചു പോകുന്നതേ ഉള്ളൂ. 12 ശിഷ്യന്മാർ.
ഈ 12 പേരും യേശുവിൻ്റെ കൂടെ കൂടിയിട്ട് പിന്നെ കടം മേടിച്ചതായിട്ട് വചനത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ കാണിച്ചു തരണം. കടം മേടിച്ചോ? ഇല്ല. നമ്മളോ? അവിടുന്ന് ഇങ്ങോട്ട് തിരിക്കുന്നു, ഇവിടുന്ന് അങ്ങോട്ട് മറിക്കുന്നു. മൈക്രോ ഫിനാൻസ്, മൈക്രോ ഇല്ലാത്ത ഫിനാൻസ് ഉണ്ടെന്നില്ലല്ലോ. യേശുവിൻ്റെ കൂടെ 12 ഇറങ്ങി. എന്തോ വിട്ടച്ചാ ഇറങ്ങി? പടക് വിട്ട്, വല വിട്ട്, സകലതും വിട്ട് ഇറങ്ങിയിട്ട് യേശുവിൻ്റെ കൂടെ പോയിട്ട് അടുത്ത ഞായറാഴ്ച പലിശ അടയ്ക്കാനുണ്ട്. ഹലോ, കർത്താവ് അവരെ സെറ്റിൽ ചെയ്തു. അവർ ഒറ്റ ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യോ? മുടക്കം വരുത്തിയില്ല. ഒരിക്കൽ പത്രോസിന് ടാക്സ് അടയ്ക്കാൻ കയ്യിൽ പൈസ ഇല്ല, ടാക്സ് അടയ്ക്കാൻ. ഹലോ, ഈ പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഭയങ്കര അഭിമാനിയാണ്. നമ്മളിൽ ചിലർ അഭിമാനിയുണ്ടല്ലേ? അഭിമാനമുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുന്നേ. ഓ, നിങ്ങൾ എന്നോട് പിണങ്ങാതെ, ഞാൻ അങ്ങ് പൊക്കോളാം. സ്തോത്രം. അഭിമാനമുണ്ട്. അപ്പോൾ ഈ ചില ആളുകളൊക്കെ ഈ അഭിമാനം ഉള്ളതുകൊണ്ട് ഒന്നുമില്ലേലും ഭയങ്കര പവറിലാണ് നടക്കുന്നത്, അല്ലേ? നമ്മുടെ മുഖത്തൊക്കെ കൈ കാശില്ലെന്ന് ആരും അറിയാതിരിക്കേണ്ടതിന് സ്തോത്രം പറഞ്ഞു. ഞങ്ങൾക്കറിയാവുന്ന നാട്ടിലെ ഒരു അച്ഛനുണ്ടായിരുന്നു. പുള്ളി ആരോടും കടമൊന്നും മേടിക്കുകയില്ല. ഈ മനുഷ്യൻ നടന്നു പോകുമ്പം കൈ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ അച്ഛനോട് ചോദിക്കും, എന്നാ ഈ നടന്നു പോകുന്നത് ഇത്രയും ദൂരം? പുള്ളി പറയും, കൊളസ്ട്രോളൊക്കെ ഒന്ന് കുറയട്ടെ. കാര്യം അത് അഭിമാനമാണ്. ഹലോ, അഭിമാനം കൊണ്ടാണ് പറഞ്ഞ കൊളസ്ട്രോൾ കുറയാനൊന്നുമല്ല, കൈ കാശില്ലാത്തതുകൊണ്ട് ഈ മനുഷ്യൻ നടക്കുക. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പത്രോസ് ഭയങ്കര അഭിമാനിയായിരുന്നു. നമ്മളൊക്കെ ആയിരുന്നു യേശുവായിട്ട് ഇത്രയും ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ചോദിക്കും, അല്ലേ? ഇത്രയും ബന്ധം ഇല്ലാഞ്ഞിട്ട് ചോദിക്കുന്നു. വേണ്ടുന്നില്ലല്ലോ. യേശുവിൻ്റെ കൂടെ നടക്കാൻ, കർത്താവേ കാറില്ല, വീടില്ല, വസ്തുവില്ല, മക്കൾ വിദ്യാഭ്യാസമായില്ല, കാനഡയ്ക്ക് പോയില്ല, UK പോയില്ല, അയർലൻഡിന് പോയില്ല, കർത്താവേ അത് ചെയ്യണേ, ഇത് ചെയ്യണേ. ഈ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ നടന്നിട്ട് ആരും ഒരുത്തം പോലും ചോദിച്ചില്ല, കർത്താവേ ഞാൻ ഒറ്റ നല്ല കൊച്ചു വീട്ടിലാണ്, എനിക്കൊരു വിശാലത വേണം. കമോൺ. ഈ നടക്കുന്ന ആരുടെ കൂടെയാന്നുള്ള അറിവാദ്യം നമ്മുടെ അകത്ത് വ്യാപരിക്കണം. നടക്കുന്ന ആരുടെ കൂടെയാ? എടാ, രാജാവിൻ്റെ കൂടെയാ നടക്കുന്നത്. കരമടിച്ചോ, നാമേ പറഞ്ഞ് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ഒരു വലിയ വിടുതല്, ഒരു വലിയ വിടുതൽ, ഒരു വലിയ വിടുതല്. കമോൺ. വലിയൊരു അത്ഭുതം കർത്താവ് ഇന്ന് രാത്രി ഈ വെളിപ്പാട് റിവീൽ ചെയ്യുന്നവർക്ക് വേണ്ടി ദൈവം ഒരു അടയാളം ചെയ്യുന്നത് ഞാൻ കാണുകയാ. ദൈവം ഒരു അത്ഭുതം ചെയ്യുന്നത് ഞാൻ കാണുക. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കരമടിച്ചു സ്വീകരിച്ചു വെച്ച് പറ, ഞാനത് വിശ്വസിക്കുന്നു. ആമേൻ പറഞ്ഞേ, ആമേൻ പറഞ്ഞേ. കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പം യേശുവിൻ്റെ ശിഷ്യനായ പത്രോസ് എന്നിട്ട് പറഞ്ഞു, കർത്താവേ അങ്ങ് ടാക്സ് അടച്ചിട്ടില്ല. ആരടച്ചിട്ടില്ല? യേശു അടച്ചിട്ടില്ല. നമ്മളായിരുന്നേ പറഞ്ഞേനെ, യേശു അടച്ചിട്ടില്ല, ഞാനും ആരും ഇല്ലല്ലോ. നിങ്ങൾ അയ്യോ, നമ്മൾ പത്രോസിനേക്കാൾ അഭിമാനിയാണ്. നമ്മൾ പതുക്കെ അതിൻ്റെ ഇടയിൽ കൂടെ പറയും, നമ്മൾ രണ്ടും അടച്ചിട്ടില്ല, ബാക്കി 11 പേരും അടച്ചിട്ടുണ്ട്. എനിക്ക് അവിടെയും ചിന്തിക്കാൻ തോന്നിയൊരു കാര്യമുണ്ട്. ഈ 11 പേര് ഒന്നിച്ചു കൂടിയ പത്രോസിൻ്റെ ടാക്സ് കൂടി അടയ്ക്കാം, അല്ലേ? പക്ഷേ ഇവരാരും അനങ്ങിയില്ല, പത്രോസൊട്ട് പറഞ്ഞുമില്ല. നമ്മളൊക്കെ ഒത്തിരി ഫ്രണ്ട് സർക്കിളിലാണ്. ഒരു കാര്യമുണ്ട്, ഇന്നത്തെ കാലമാണ്, എടാ ആ 100 രൂപ ഒന്ന് ഗൂഗിൾ പേ ചെയ്തേര്, വിടുന്നില്ല, നാളെ തിരിച്ചങ്ങോട്ടിട്ട് തരാം പറയത്തില്ലേ? ഉറക്കെ പറഞ്ഞേ. പത്രോസ് ആരോടും പറഞ്ഞില്ല, അന്ന് ഗൂഗിൾ പേ ഇല്ല. എൻ്റെ ഒരു ചിന്തയെ പറയാം, ഈ പ്രാവശ്യത്തെ ടാക്സ് ആമൻ എനിക്കുള്ളത് നീ അടയ്ക്കുക, അടുത്ത മാസം ഞാൻ തിരിച്ചടച്ചോളാം പറയാൻ നിന്നോ? ഇല്ലവേ ഇല്ല. അപ്പം മിണ്ടിയില്ല. പക്ഷെ ഒരുറപ്പ് പത്രോസിനുണ്ട്, ഞാൻ ഒരുവനെ അറിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി ഒരു കാര്യം പറയാ, ഇതുവരെ എങ്ങനെ ആയിക്കൊള്ളട്ടെ, ചില ലോണുകൾ യേശുവിൻ നാമത്തിൽ ക്യാൻസൽ ആകണം. പലിശ കൊടുത്ത് ജീവിക്കുന്ന ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. അങ്ങനെ എത്ര പേരുണ്ട്? ഒന്ന് കൈ ഉയർത്തിക്കേ. ഇന്ന് രാത്രി അതിനെ ക്യാൻസൽ ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കും. ഈ പ്രാവശ്യത്തെ ലോൺ അടച്ചു തീരും. ഇനി നീ ലോൺ എടുക്കത്തില്ല. ഒന്ന് ആമേൻ പറയുന്നേ, ആമേൻ പറഞ്ഞേ. ഞാൻ ഇന്ന് വരെ ഒരു മനുഷ്യനെ ഇന്ന് 10 രൂപ കടം മേടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയും തന്നിടത്തോടെ പ്രസംഗിക്കുന്നത്. 10 രൂപ ഇന്ന് വരെ, ദൈവത്തിൻ്റെ ഗ്രേസ് ഓഫ് ഗോഡ്, എൻ്റെ കഴിവിലല്ല, ഇന്ന് വരെ ഒരു മനുഷ്യൻ്റെ ഇന്ന് 10 രൂപ കടം മേടിച്ചിട്ടില്ല. ദൈവം ഇടം നൽകിയിട്ടില്ല.
ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ആ അഭിഷേകത്തിൽ നിന്നുകൊണ്ടാ പറയുന്നത്, നീ ഇനി വായ്പ വാങ്ങുകയല്ല. വചനത്തെ ക്ലെയിം ചെയ്തിട്ട് പറ, വായ്പ വാങ്ങാൻ ഇട വരികയില്ല. കൊടുക്കുവാനോ സമൃദ്ധി നൽകും, സമൃദ്ധി നൽകും. യേശുവിൻ നാമത്തിൽ റിലീസ് ചെയ്യട്ടെ, റിലീസ് ചെയ്യട്ടെ. പ്രഭാതന. യെസ് 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 യെസ്. നമുക്കതിനെ ഒന്ന് ക്യാൻസൽ ചെയ്ത് ഇനി ലോണിന് നീ സൈൻ ചെയ്യാൻ നിൽക്കരുത്. കരങ്ങൾ അടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞ് ആമേൻ, ആമേൻ പറഞ്ഞാട്ടെ. ദൈവം നമുക്ക് വേണ്ടുന്നതെല്ലാം കർത്താവ് ചെയ്യാൻ തുടങ്ങും. നമുക്ക് വേണ്ടുന്ന വഴികളൊക്കെ കർത്താവ് തുറക്കും. നമുക്ക് വേണ്ടുന്ന അത്ഭുതങ്ങളൊക്കെ, സ്തോത്രം പറഞ്ഞാട്ടെ, നമുക്ക് വേണ്ടി അത്യത്ഭുതകരമായിട്ട് ദൈവം നടത്തും. ഞങ്ങളുടെ ചർച്ചിലെ ചില നാളുകൾക്ക് മുമ്പേ പെട്ടെന്നൊരു ജനറേറ്ററിൻ്റെ ആവശ്യം ഉണ്ടായി. ജനറേറ്ററിൻ്റെ ആവശ്യം ഉണ്ടായി കഴിഞ്ഞപ്പം എല്ലാവരും ചർച്ചിൻ്റെ ഇനിഷ്യൽ സ്റ്റേജാണ്. പലരുമൊക്കെ ഒത്തുപിടിച്ചിട്ടും ആ എമൗണ്ടിലേക്ക് ഒത്തുവന്നില്ല. അവസാനം ഒരു 30,000 രൂപയുടെ കുറവുണ്ടായിരുന്നു. ഈ 30,000 രൂപയുടെ കുറവ് 3 ആഴ്ചയായിട്ട് പരിഹരിക്കപ്പെടുന്നില്ല. നമ്മൾ ആരോടും അങ്ങനെ ചോദിക്കാൻ അഭിമാനത്തിൽ തന്നെ നിൽക്കുന്ന സമയം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായി. എടാ, നിനക്കൊരു 2 വീലർ ഇല്ലേ? അത് വിറ്റാ കിട്ടത്തില്ലേ 30,000? ഞാൻ നോക്കി, ഒരു 10 വർഷം പഴക്കമുണ്ട്, പക്ഷേ അതെല്ലാം നല്ല ഒരു മോശം വരാതെ നല്ല രീതിയിൽ കിടക്കുക. ഞാൻ പെട്ടെന്ന് ചർച്ചിനകത്തൊരു അറിയാവുന്നവരോട് പറഞ്ഞു, എൻ്റെ 2 വീലർ വിൽക്കാൻ പോവാം, 30,000 രൂപയ്ക്ക് വേണ്ടവർക്ക് എടുത്തുകൊണ്ട് പോവാം. അത് താത്തും കൊടുക്കുകയില്ല, മേളിലും കൊടുക്കുകയില്ല. ഹലോ, എൻ്റെ വിഷയം ചർച്ചിനകത്തൊരു ജനറേറ്ററാണ്. ഒരാൾ പറഞ്ഞു, എന്നോട് ചോദിച്ചു 28 തരുമോ? ഞാൻ പറഞ്ഞു തരത്തില്ല, 30 ഞാൻ കുറച്ച് പിടിക്കുകയില്ല. ആമേൻ പറഞ്ഞാണ്ട്. കാര്യം എനിക്ക് 30,000 രൂപ ചർച്ചിന് ആവശ്യമുണ്ട്. ആ 30,000 രൂപയ്ക്ക് ആ വണ്ടി ഞാൻ കൊടുത്തിട്ട് ജനറേറ്റർ വാങ്ങിച്ചു. അപ്പം ചിലരെന്നോട് ചോദിച്ചു, പക്ഷേ ഇനിയിപ്പോൾ അത്യാവശ്യമൊക്കെ എങ്ങോട്ടെങ്കിലും പോണേ ഒരു 2 വീലർ വേണ്ടേ? മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞു, അതൊക്കെ വേണ്ടെന്ന ഇനി അങ്ങോട്ട് അത് ഓടിക്കണ്ടെന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് മാറി. ഒരാഴ്ചയായില്ല, 4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തിരുവല്ലായിലെ ഷോറൂമിൽ നിന്ന് പെട്ടെന്നൊരു ഫോൺ കോൾ. സാറിൻ്റെ ആധാർ ഒന്ന് അയച്ചു തരണം, സാറിൻ്റെ പാൻ കാർഡ് അയച്ചു തരണം. ഞാൻ ചോദിച്ചു, എന്നെ ഇന്ന് വ്യാജമായ ഒത്തിരി കോളുകളുണ്ടല്ലോ. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാ? സാർ ഇവിടെ വരെ ഒന്ന് വരണം. ഞാൻ അവിടെ ചെന്നു ഞാൻ പറയും, സാറേ, ഒരാൾ പറഞ്ഞു പേര് വെളിപ്പെടുത്തരുത്, ഞങ്ങളുടെ ചർച്ചിലൊന്നും ഉള്ള ആളല്ല, പേര് വെളിപ്പെടുത്തരുത്, സാറിന് ഒരു ബുള്ളറ്റ് വാങ്ങിത്തരണമെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. 10,000 രൂപ ഇനിഷ്യൽ പേയ്മെൻറ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് സാർ ഇത് കൊടുക്കണം. മിണ്ടുന്നില്ല. ഞാൻ എത്ര ചോദിച്ചിട്ടും ആളാരാന്ന് പറയുന്നില്ല. എൻ്റെ അക്കൗണ്ടിൽ ഇന്നും കാശ് വന്നിട്ടില്ല. ആമേൻ പറഞ്ഞാട്ടെ. 1.5 മാസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സാറേ, ആമേൻ, സാറ് ബുക്ക് ചെയ്തേക്കുന്ന ബുള്ളറ്റ് വന്നിട്ടുണ്ട്, പേയ്മെൻറ്റ് ഫുള്ളായിട്ട് അവർ അടച്ചിട്ടുണ്ട്, സാറിന് വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവാം. ഞാൻ കൊടുത്തത് 30,000 രൂപ. എനിക്ക് കിട്ടിയ അന്നത്തെ വണ്ടിയുടെ വില 2,93,000 രൂപയുടെ. കടക്കാരനല്ല. ആമേൻ പറഞ്ഞ കടക്കാരനല്ല. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇതാരായത്? എന്നോട് പറഞ്ഞില്ല. ആമേൻ. അവർക്ക് തന്നെ പൈസ അടച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആമേൻ, ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചോണം. ഞാൻ എൻ്റെ കോണ്ടാക്ട്സി മുഴുവൻ അറിയാവുന്നവരുടെ ഹലോ ഹായ് എന്തുകൊണ്ട് വിശേഷം എനിക്കറിയണം, ഇതാര് അവർ വല്ലതും ആണോ? പക്ഷേ ഒന്നുമില്ല, സന്തോഷമായിട്ടിരിക്കുന്നു. ഒറ്റ വാട്സപ്പിൽ ഒറ്റ മനുഷ്യൻ പ്രതികരിക്കുന്നില്ല. ഞാൻ ഓർത്ത് ഇതെന്താ സംഭവിക്കപ്പെട്ടേ. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നിട്ട് പറഞ്ഞു, പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് കുറച്ച് ദിവസങ്ങളുടെ പുറകെ സംസാരിച്ചു. നിങ്ങൾക്ക് വാഹനമുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, നിങ്ങൾക്ക് ഈ വാഹനം വാങ്ങിക്കൊടുക്കണമെന്ന്. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇത് റിപ്പീറ്റ് ചെയ്യാൻ പോവാ. കരമടിച്ചോ നാമേം പറ. നിങ്ങളുടെ ചർച്ചിനകത്ത് യേശുവിൻ നാമത്തിൽ ഈ ചർച്ച് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിലേക്ക് വരണം. ഞാൻ വിശ്വസിക്കുന്നു അത് സംഭവിക്കപ്പെടും. ഈ ചർച്ചിൽ ഇന്ന് ഇത്രയും പേരേ ഉള്ളൂ. ഇന്നത്തെ ഡേറ്റ് ഏപ്രിൽ 11, 2025. നിങ്ങൾ എഴുതി നിങ്ങളുടെ ഡയറിയിലോട്ടിട്ടു. ഇതിനകത്തിരിക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ ഫിനാൻഷ്യലി വലിയ നിലയിലോട്ട് കയറും. നിങ്ങളിൽ ഒറ്റ കുടുംബത്തിന് ഒരു കൺവെൻഷൻ നടത്താൻ കഴിയത്തക്ക നിലയിൽ ഒറ്റ കുടുംബം വിചാരിച്ചാൽ ദേശത്തിനകത്ത് വലിയ ക്രൂസേഡുകൾ നടത്തുവാൻ കഴിയുന്ന നിലയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുകയാണ്, മാനിക്കാൻ പോകുകയാണ്. കരങ്ങൾ അടിക്കുന്നെങ്കിൽ നന്നായിട്ട്
ഓ യേശുവേ, തുറക്കട്ടെ 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 തുറക്കട്ടെ. വാതിലുകൾ ഒന്നൊന്നായി തുറക്കട്ടെ. അത്ഭുതങ്ങൾ ഒന്നൊന്നായി നടക്കട്ടെ. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കരമടിക്കുന്ന ഒത്തിരി കുടുംബങ്ങളിൽ നിന്ന് the spirit of poverty, ദാരിദ്ര്യത്തിന്റെ ആത്മാവ് നിന്റെ വീട് വിട്ടുപോകയാ. യെസ്, ആത്മാവിൽ ആരാധിക്കുക ശക്തിയോടെ. ആത്മാവിന്റെ തീ ഇന്ന് രാത്രി ഇതിനകത്ത് വീഴുകയാ. അഭിഷേകത്തിന്റെ തീ ഇതിനകത്ത് കത്തുകയാ. ഇനി നിന്നെ കടക്കണിയിലാക്കാൻ ഒരു ശക്തിക്കും കഴിയല്ല. ഇനി നിന്നെ കടക്കാരനാക്കാൻ. യെസ്, സ്വീകരിക്കുന്നവർ സ്വീകരിച്ചേ. ശക്തിയോടെ കരമടിച്ച് 2-3 മിനിറ്റുകൾ. ആമേൻ പറഞ്ഞാട്ടെ. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഇനി കടക്കാരനാകുകയല്ല? ഒന്ന് ഉറക്കെ പറയുന്നേ. 52 വാടക വീട്ടിൽ മാറിക്കിടക്കുന്ന ഒരാൾ ഇത്രയും വന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അതിന് ഗ്ലോറി പറയണ്ടേ? സ്വന്തം വീടുണ്ടായിട്ടും ആ കടത്തിൻ്റെ ഇടക്കിടക്കല്ലേ? ആ ഞെരുക്കം ഒന്ന് അഴിയണ്ടേ ഇന്ന് രാത്രി? ആ ഞെരുക്കം ഒന്ന് അഴിയണ്ടേ ഇന്ന് രാത്രി? ആ നുകം ഒന്ന് ഇന്ന് രാത്രി അഴിയണ്ടേ? എന്നും കടഭാരമാവാസേ, എന്നും പ്രശ്നമാവാസേ, എന്നും ഞെരുക്കമാവാസേ, ഇന്ന് രാത്രി കർത്താവ് നിന്നെ ഫ്രീ ആക്കാൻ പോകയാ. ഓ യേശുവിൻ നാമത്തിൽ താൻ വാഴുകയാ. ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല. ഭാവിയല്ല തൻ കയ്യിലെന്നോർത്ത എത്ര ധന്യമേ ലോക ജീവിതം. ചേർന്ന് പാടിയേ. താൻ വാഴുകയാ. ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല. ഭാവിയല്ല തൻ കയ്യിലെന്തോ എത്ര ധന്യമേ ലോക ജീവിതം. ഓ അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തിരുമാറിൽ നിത്യവും ചാരിടും ഞാൻ. എത്ര ബോധമാ അനാഥനല്ല ഞാൻ. ചേർന്നൊന്ന് പാടിയേ. അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാറിൽ നിത്യവും ചാരിടും ഞാൻ. എത്ര ബോധമാ യേശു വാഴുകയാ. ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല. ഭാവിയല്ല കയ്യിലെന്നോ എത്ര ധന്യമേ ലോക ജീവിതം. എത്ര ധന്യമേ ലോക ജീവിതം. യേശുവേ ഹല്ലേലൂയ. എത്ര ധന്യമേ ലോക ജീവിതം. യേശു എന്റെ കൂടെ ഉള്ളത് കൊണ്ട് നാളെ കുറിച്ച് എനിക്ക് വിചാരമില്ല. സഹോദരൻ പറഞ്ഞേ, നാളെ കുഞ്ഞുങ്ങൾക്ക് എന്തോ കൊടുക്കുമെന്ന് ഓർത്ത് ഇന്ന് രാത്രി കരയണ്ട. നാളെ രാവിലെ ആകുമ്പം ദൈവം അത് ഒരുക്കിക്കോളും.
ഏമേൻ പറഞ്ഞു. ഈ മോശ ഇസ്രായേൽ മക്കളെയും കൊണ്ട് എന്തോ ധൈര്യത്തിലാണ് പുറത്തോട്ട് വരുന്നത്. നമ്മുടെ കൂടെ ഒരു 5 പേര് യാത്ര പോകുന്നുണ്ടെങ്കിൽ എത്ര ടെൻഷനാ പലർക്കും. അവൻ ചായ മേടിക്കുവോ, ഞാൻ ചായ മേടിക്കുവോ, മിണ്ടുന്നില്ല. അവൻ നാരങ്ങ വെള്ളം മേടിക്കുവോ, ഞാൻ മേടിക്കുവോ, ഊണ് അവൻ മേടിക്കുവോ, ഷെയർ ഇട്ട് മേടിക്കാം. ഹലോ, ഷെയറിങ് ഒന്നുമില്ല. ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ചില ആളുകളെ കൊടുക്കാൻ മനസ്സില്ലാത്തവര് ചോദിക്കുന്ന ഒരു ചോദ്യമാ, ചായ വേണോ? മറ്റേ അത് കേൾക്കുമ്പോഴേ വേണോ എന്ന് പറയണോ വേണ്ട എന്ന് പറയണോ, അപ്പം വേണട്ടേ എന്നങ്ങ് പറയും. അപ്പൊ എന്നാ വിഷയം? ഇപ്പൊ അങ്ങോട്ട് അഡ്ജസ്റ്റ്മെന്റ് ഞെരുക്കം ഒക്കെ ആയിട്ട് നടക്കുക. മോശയോട് ചോദിക്കാം, മോശേ, രാവിലെ ഇവർക്ക് എന്നാ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത്? 60 ലക്ഷം പേരില്ലേ? ഹലോ, എന്നാ ബ്രേക്ക്ഫാസ്റ്റാ കൊടുക്കുന്നേ? മിസ്രൈമിൽ 430 വർഷം കഴിഞ്ഞതാ. ആമേൻ. വലിയ കുഴപ്പമില്ലാതെ ആമേൻ അവസാനത്തെ നാളുകളിലെ കഷ്ടത അനുഭവിച്ചത്. പക്ഷെ സ്വർഗം പറഞ്ഞു, നീ പേടിക്കണ്ട, പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന ഞാനാ. വിളിച്ചിറക്കിയത് ഞാനാണെങ്കിൽ, പുറത്തു വരാൻ പറഞ്ഞത് ഞാനാണെങ്കിൽ, നിനക്ക് വേണ്ടി മന്ന തരാൻ ദൈവത്തിന് അറിയാം. വിശ്വസിക്കുന്നവരൊന്ന് ആമേൻ പറഞ്ഞാട്ടെ. നിനക്ക് വേണ്ടി കാടപ്പക്ഷിയെ തരാൻ കരങ്ങൾ അടിച്ചൊന്ന് ആമേൻ പറഞ്ഞേ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാകട്ടോ. നാളെ ഒരാൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർമാർക്ക് ഇങ്ങനെയൊക്കെ പറയാം, നിങ്ങളുടെ അടുക്ക ആരെങ്കിലും വന്ന് പ്രാർത്ഥിച്ചാൽ അവർ 1000 രൂപ 2000 രൂപ അവർ തന്നേച്ചു പോവും, മിണ്ടുന്നില്ല. കാരണം നിങ്ങൾക്ക് ഇച്ചിരി പ്രവചനമൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും. ഹലോ, ഇങ്ങനെ പലരും വിചാരിക്കുന്നല്ലേ. സാരെഫാത്തിലെ ആൻറ്റിക്ക് പ്രവചനപരമൊന്നുമില്ലായിരുന്നു, മിണ്ടുന്നില്ലല്ലോ. സാരെഫാത്തിലെ ആൻറ്റിക്ക് ഭാഷാപരമൊന്നുമില്ലായിരുന്നു. ഏലിയാവിന് വേണ്ടി മാത്രമല്ല കരുതിയത്, സാരെഫാത്തിലെ ആൻറ്റിക്കും കൊച്ചിനും വേണ്ടി ക്ഷാമം തീരുന്നത് വരെ കലത്തിലെ മാവ് കുറഞ്ഞില്ല. പ്രവചനപരമൊന്നും വേണ്ട പ്രിയരെ. ദൈവത്തിൻ്റെ പ്രൊവൈഡും ദൈവത്തിൻ്റെ പ്രൊവിഷനും ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കാൻ, ദൈവത്തെ ആഴമായി അറിയാത്ത, ആത്മഹത്യ ചെയ്യാനിരുന്ന, ആമേൻ മരിക്കാനിരുന്ന സാരെഫാത്തിലെ വിധവയ്ക്ക് വേണ്ടി ദൈവം ചെയ്തത് കണ്ടില്ലേ? അപ്പം കൃപാവരങ്ങളിൽ ഒന്നുമല്ല വഴികൾ ദൈവം തുറക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ചർച്ചിലെ ഒരങ്കിള് വന്ന് എന്നോട് പറഞ്ഞു, പാസേ, നിങ്ങളോ വാടകയില്ലാത്ത വീട്ടിൽ ഇപ്പോൾ കിടക്കുമ്പോൾ ആ മേളിലത്തെ നില എനിക്ക് തരാമോ? ഞാൻ പറഞ്ഞു, എൻ്റെ അവകാശത്തിൻ്റെ മേൽ നിങ്ങളുടെ ചെങ്കോല് വെക്കരുത്, മിണ്ടുന്നില്ല. പക്ഷെ ഞാൻ തലേ കൈവച്ച് പ്രാർത്ഥന, യേശുവിൻ നാമത്തിൽ നിങ്ങൾ ഈ വർഷം തീരുന്നതിന് മുമ്പേ വാടകയില്ലാത്ത വീട്ടിലേക്ക് താമസമാകട്ടെ. എൻ്റെ വീടിനേക്കാൾ വലിയ വീട്ടിൽ വാടക കൊടുക്കാതെ ഇന്ന് പുള്ളി കഴിയുക. ഞങ്ങളുടെ ചർച്ചയിൽ ആര് വാടകയ്ക്ക് വന്നാലും ഒറ്റ പ്രാർത്ഥനയാ, വാടകയില്ലാത്ത വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പം 2 കുടുംബം വാടകയില്ലാത്ത വീട്ടിൽ കിടക്കുക. 3ാമത്തെ ഒരു വീട് എന്നെ വിളിച്ചു വെച്ചിട്ട് ചോദിച്ചു, പാസേ ആർക്കെങ്കിലും കൊടുക്കണോ? ഞങ്ങളുടെ വീട് ഫ്രീ ആയിട്ട് കിടക്കുക. ഞാൻ പറഞ്ഞു, അടുത്തയാള് വന്നിട്ടില്ല ചർച്ച ഇതുവരെ. ഹലോ, ഞാൻ പറഞ്ഞ പാസ്റ്റർമാർക്ക് വേണ്ടി മാത്രമല്ല ദൈവപ്രവൃത്തി, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയും. ഇന്ന് രാത്രി ഈ ദൂത് ഏറ്റെടുത്ത് വെച്ച് പോകണം. ഈ മർമ്മം വലുതാകട്ടോ. ദൈവം നിന്നെ സ്വതന്ത്രമാക്കും. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ദൈവം നിനക്ക് വേണ്ടി അടയാളം ചെയ്യും. കരമടിച്ച് ആമേൻ പറഞ്ഞിട്ട് പറ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി. ഓ റബല ബല 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 ബല. വാഗ്ദത്തം ചെയ്തവൻ വാക്ക് മാറത്തില്ല. വിളിച്ചിറക്കിയ ദൈവം വാക്ക് മാറുകയല്ല. പുറത്തു കൊണ്ടുവന്ന ദൈവം വാക്ക് മാറുകയല്ല. നിന്റെ കൂടപ്പിറപ്പുകളും കൂടെയുള്ളവരും എല്ലാവരും വാക്ക് മാറിയാലോ, ഇന്ന് രാത്രിയിൽ നീ കേട്ടോണോ, നിന്നോടുള്ള ദൈവത്തിന്റെ ദയ വലുതാണ്. മാറത്തില്ല ബ്രദറെ, മാറത്തില്ല. ദൈവം ചിലത് ചെയ്തു തുടങ്ങിയാലേ, ദൈവം ചിലത് ആരംഭിച്ചു തുടങ്ങിയാലേ, ദൈവം ചിലത് വെളിപ്പെടുത്തി തുടങ്ങിയാലേ, നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ദയൊന്നും വറ്റിപ്പോകത്തില്ലെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ട്? ഒന്ന് ആമേൻ പറഞ്ഞിട്ട് പറ. ഞാൻ പ്രാപിക്കുമാ ദൈവത്തിൻ്റെ അനുഗ്രഹം, ഞാൻ കാണുമാ ദൈവത്തിൻ്റെ വഴി, ഞാൻ അടയാളങ്ങളിലേക്ക് കയറുന്നവനാകുമോ, ഞാൻ അത്ഭുതങ്ങൾ സ്വീകരിക്കുന്നവനായി മാറും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ട്. ആമേൻ. ദൈവത്തിന് സമ്പത്തുള്ളവനോട് വിരോധമൊന്നുമില്ല. വചനത്തിൽ പറയുന്ന സമ്പത്തിൽ നിങ്ങളുടെ മനസ്സ് വെക്കരുത്. ആമേൻ പറഞ്ഞേ. സമ്പത്ത് അതിൻ്റെ വഴിയെ വിട്. നിന്റെ മനസ്സെപ്പോഴും ദൈവത്തിൻ്റെ കൂടെ നിൽക്കട്ടെ. ആമേൻ പറഞ്ഞാട്ടെ. സമ്പത്ത് അതിൻ്റെ വഴിക്ക് വിട്. സമ്പത്തിനെ അതിൻ്റെ വഴിക്ക് വിട്. ദൈവത്തിൻ്റെ ദയ നിന്നോട് കൂടെ ഇരിക്കട്ടെ. ആമേൻ പറഞ്ഞാട്ടെ.
അബ്രഹാം സമ്പന്നനായിരുന്നു ദൈവശബ്ദം കേൾക്കുമ്പോൾ. അബ്രഹാമിനോട് പറഞ്ഞു, നീ നിന്റെ ചാർച്ചക്കാരെയും പിതൃപരത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടണം. അബ്രഹാം പുറപ്പെടുമ്പോൾ എല്ലാം ഉപേക്ഷിച്ചിട്ടല്ല വരുന്നത്. ആടുമാടുകൾ, കാളകൾ, അതിനെ നോക്കുവാനുള്ള ആളുകൾ, ദാസന്മാർ എല്ലാവരും അബ്രഹാമിൻ്റെ കൂടെയുണ്ട്. പക്ഷെ കുറച്ചിങ്ങോട്ട് വായിച്ചു വരുമ്പോൾ വചനത്തിൽ പറയുന്നു, അബ്രഹാം ബഹു സമ്പന്നനായി തീർന്നു. സ്തോത്രം പറയാമെങ്കിൽ സ്തോത്രം പറ. ഇന്നലെ സമ്പന്നനായിരുന്നു, പക്ഷെ യേശുവിൻ ആമേൻ സർവശക്തനായ ദൈവത്തിൻ്റെ വാക്ക് കേട്ടിറങ്ങിയവൻ താഴോട്ട് പോയില്ല, ബഹുസമ്പന്നനായി മാറി. കരങ്ങൾ അടിച്ച് ഒന്ന് ആമേൻ പറഞ്ഞിട്ട് പറ. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശു മുഖാന്തരം ജാതികളായ എന്നിലേക്ക് വെളിപ്പെടുമെന്ന് ഗലാത്യ ലേഖനം വിളിച്ചു പറയുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ അനുഗ്രഹം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരടങ്ങിയിരിക്കരുത്. ആ കരങ്ങൾ അടിച്ചു ആത്മാവി സ്തോത്രം ചെയ്ത് പ്രാപിക്കാനുള്ളവർ ഇന്ന് രാത്രി പ്രാപിച്ചേ, സ്വീകരിക്കാനുള്ളവർ ഇന്ന് രാത്രി സ്വീകരിച്ചേ. വാതിലുകൾ തുറന്നു വരിക. ഞാൻ ആത്മാവി ഇപ്പോൾ ഒരു കാഴ്ചയാണ്. ഒരു ലോക്ക് പൊട്ടുന്നത് ഞാൻ കാണുക, ഒരു ലോക്ക് അഴിയുന്നത് ഞാൻ കാണുക. ചില കുടുംബങ്ങളുടെ മേലുള്ള ലോക്കുകൾ ഇന്ന് രാത്രി അഴിയുകയാ. പൈശാചിക മണ്ഡലങ്ങൾ ലോക്ക് ചെയ്തു വെച്ചതാ. പൈശാചിക മണ്ഡലങ്ങൾ നിനക്ക് വിടുതൽ കാണരുതെന്ന് പറഞ്ഞ് ബന്ധിച്ചു വെച്ചതാ. അത് ഇന്ന് രാത്രി ആ കെട്ട് യേശുവിൻ നാമത്തിൽ അഴിയും. അപ്പം ചില ആളുകൾ ചോദിക്കും, പൗലോസിന് എന്തുണ്ടായിരുന്നു പാസ്റ്റേ, ഒന്ന് തെളിയിച്ചേ. പൗലോസ് പറയാ, ലാഭമായതൊക്കെയും ഞാൻ ഛേദമെന്ന് എണ്ണിയത്. അതെന്നെക്കുറിച്ചുള്ള ദൈവവിളിയാ. പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ പ്രസംഗത്താൽ അനേകർ സമ്പന്നരായി തീർന്നു. വല്ല മനസ്സിലായോ? എൻ്റെ പ്രസംഗത്താൽ അർത്ഥം എന്നാ? എന്നിൽ ഒരു സമ്പത്ത് വേണമെന്നില്ല എന്ന് താൻ എടുത്ത തീരുമാനം. അതിനപ്പുറത്ത് താൻ പ്രസംഗിക്കുമ്പോൾ തന്നെപ്പോലെ എല്ലാവരും ആകട്ടെന്നും പറഞ്ഞല്ല പ്രസംഗിച്ചത്. തന്നെപ്പോലെ എല്ലാവരും ആയിത്തീരണമെന്ന് പറഞ്ഞല്ല. പൗലോസിൻ്റെ പ്രസംഗത്തിൽ സമ്പന്നരായി മാറാൻ പൗലോസ് പ്രസംഗിക്കുകയാ. ഒന്ന് ആമേൻ പറഞ്ഞേ. അങ്ങനെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ ദൈവമനുഷ്യനാ പറഞ്ഞത്, യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ദരിദ്രനായി തീർന്നത് നമ്മോട് കൃപ കാണിക്കാനാണ്. ഓ ആമേൻ പറഞ്ഞേ. എന്നോട് കൃപ കാണിക്കാനാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറ. എന്നോട് ദയ കാണിക്കാനാണ്. ആമേൻ പറഞ്ഞാട്ടെ. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടിയാണ്. ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ ആമേൻ. ഇന്ന് രാത്രി ഒന്നറിയണേ, അത് ദൈവത്തിൻ്റെ ഗ്രേസ് ആയിരിക്കുമ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു, ഞാൻ എന്നെ അയച്ചത് തന്നെ നിങ്ങളെ സമ്പന്നനാക്കാൻ വേണ്ടിയാ. യേശുവിൻ്റെ അടക്കം വരെ യേശു ദരിദ്രനായി തന്നെ തുടരുകയാ. പക്ഷേ യേശുവിൻ്റെ മരണം വരെ, അടക്കം വരെയല്ല, മരണം വരെ, അടക്കത്തിലേക്ക് കയറിയപ്പോൾ ദൈവവചനത്തിൽ വായിക്കുന്നു, ആരെയും വെച്ചിട്ടില്ലാത്ത അരിമത്തിയിലെ യോസഫ് തനിക്ക് വേണ്ടി വെട്ടിയെടുത്ത നല്ലൊരു കല്ലറയിൽ യേശുവിനെ അടക്കം ചെയ്തു. അവൻ്റെ മരണം സമ്പന്നന്മാരോട് കൂടെയായിരുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചേ. അടങ്ങിയിരിക്കരുത്. കൃപ പ്രാപിച്ചവർ ആമേൻ പറഞ്ഞ് ഇപ്പോൾ തന്നെ സ്വീകരിച്ച്, ഇപ്പോൾ തന്നെ എല്ലാ കരങ്ങളും അടിച്ച്, എല്ലാ കരങ്ങളും അടിച്ച്, അധരങ്ങളെ തുറന്ന് കമോൺ 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 ഗെറ്റ് റെഡി ടു റിസീവ്. ആത്മാവിന്റെ തീ കത്തുക, ആത്മാവിന്റെ തീ കത്തുക, ആത്മാവിന്റെ അഭിഷേകം കത്തുക. ഇന്ന് രാത്രി ഒരു ചങ്ങല പൊട്ടുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ എതിരെ നിന്ന പൈശാചിക മണ്ഡലങ്ങൾ പൊട്ടി മാറുകയാ. നിങ്ങൾ ഗതി പിടിക്കാതിരിക്കാൻ, നന്മ പ്രാപിക്കാതിരിക്കാൻ, ഉയർച്ചയിലേക്ക് വരാതിരിക്കാൻ പൈശാചിക മണ്ഡലങ്ങൾ കെട്ടിയത് ഇന്ന് രാത്രിയിൽ അഴിയാൻ പോകുകയാ. യേശുവിൻ നാമത്തിൽ ചില ചെയിനുകൾ ബ്രേക്ക് ആകുകയാ. ചെയിനുകൾ ഇന്ന് രാത്രിയിൽ അഴിയും കേട്ടോ. ആമൻ. ബന്ധിച്ചു വെച്ചത് വിടുതൽ കാണാതെ, ദൈവോർത്തി കാണാതെ, അത്ഭുതങ്ങൾ നടക്കരുതെന്ന് പറഞ്ഞ് ബന്ധിച്ചു വെച്ച ചില ചെയിനുകൾ
ഇന്ന് രാത്രിയിൽ ബ്രേക്ക് ആകുന്നത് ഞാൻ ആത്മാവിൽ കാണുക. പൊട്ടിപ്പോകയാ. നിങ്ങളുടെ കൂടാരത്തിനകത്ത് ഒരു പരിധി വിട്ടുയരാതിരിപ്പാൻ, നന്മയുടെ വാതായനങ്ങൾ തുറക്കാതിരിപ്പാൻ, നിനക്കുള്ളത് പോലും തീർത്ത് കളയാൻ എഴുതി വെച്ച ശക്തി ഇന്ന് രാത്രി തോക്കാൻ പോകയാ. കർത്താവ് എന്നോട് പറയുന്നു, കാനായിലെ കല്യാണ വീട്ടിൽ യേശു കയറിയത് അവരുടെ കണ്ണുനീര് കണ്ടോണ്ടിരിക്കാനല്ല, അവരുടെ വിലാപം കണ്ടോണ്ടിരിക്കാനല്ല, അവരുടെ കഷ്ടത കണ്ടോണ്ടിരിക്കാനല്ല, കരമടിച്ചത് സ്വീകരിച്ച് അവരുടെ ഭാരം കണ്ടോണ്ടിരിക്കാനല്ല. ഇന്ന് രാത്രിയിൽ കൃപ പ്രാപിച്ചവർ അടങ്ങിയിരിക്കരുത്. കരങ്ങൾ അടിച്ച് ശക്തിയോടെ ആമേൻ പറഞ്ഞിട്ട് പറയണം, യേശു കാനായിലെ വീട്ടിലോട്ട് കയറിയതേ സമൃദ്ധി കൊടുക്കാൻ വേണ്ടിയാ. കരങ്ങൾ അടിച്ച് ശക്തിയോടെ എൻ്റെ യേശു എവിടൊക്കെ വന്നിട്ടുണ്ടോ അവിടുത്തെ എല്ലാ ശൂന്യതകളും യേശു മാറ്റിയിട്ടുണ്ട്. അവിടുത്തെ എല്ലാ തകർച്ചകളും യേശു മാറ്റിയിട്ടുണ്ട്. അവിടുത്തെ എല്ലാ പ്രതികൂലങ്ങളും യേശു മാറ്റിയിട്ടുണ്ട്. ഇന്ന് രാത്രി നിന്റെ പ്രശ്നം എവിടെയാണോ അവിടെ ഇറങ്ങി ദൈവത്തിൻ്റെ പ്രവൃത്തി കർത്താവ് ചെയ്യാൻ പോവാ. അവിടെ ഇറങ്ങി ആ വിഷയത്തിൽ ഇറങ്ങി ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകയാ. ആ വിഷയത്തിൽ ഇറങ്ങി ദൈവം തൻ്റെ വീര്യപ്രവൃത്തി അയക്കാൻ പോവാ. നിന്റെ തലമുറ ഗതി പിടിക്കാതിരിക്കാൻ, നിന്റെ കുഞ്ഞുങ്ങൾ നന്മ പ്രാപിക്കാതിരിക്കാൻ, നിങ്ങൾ ഉയരാതിരിപ്പാൻ പൈശാചിക മണ്ഡലങ്ങൾ കെട്ടിയത് ഇന്ന് രാത്രിയിൽ അഴിയുവണ്ണേ. അസൂയ കൊണ്ട് കെട്ടിയത് ഇന്ന് രാത്രി അഴിയുവണ്ണേ. കരങ്ങൾ അടിച്ച് ശക്തിയോടെ ഒന്ന് ആരാടിച്ചേ. യെസ്, തീയിറങ്ങട്ടെ. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ കരം വ്യാപരിക്കുക. ഇപ്പോൾ തന്നെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുക. ഇപ്പോൾ തന്നെ ചില കുടുംബങ്ങളെ ദൈവം തൊടുകയാ. ഇപ്പോൾ തന്നെ ദൈവകൃപ വ്യാപരിക്കുകയാ. നിനക്ക് വിരോധമായി വെച്ചത്, നിന്റെ വീടിനകത്ത് നീ ഗതി പിടിക്കാതിരിക്കാൻ വെച്ചത് ഇപ്പോൾ അത് അഴിയുകയാ. കരങ്ങൾ അടിച്ചു ദൈവത്തെ ആരാധിച്ചു. ചില നിമിഷങ്ങൾ ആത്മാവിൽ ആരാധിക്ക്. ദൈവത്തിന്റെ തീയിറങ്ങട്ടെ, വിടുതൽ വ്യാപരിക്കട്ടെ. ഇപ്പോൾ ഒന്ന് പ്രഖ്യാപിച്ചേ, ഇപ്പോൾ ഒന്ന് ഡിക്ലെയർ ചെയ്തേ, ഇപ്പോൾ ഒന്ന് സ്വീകരിച്ചേ. നിന്റെ വാതിലുകൾ ഇനി അടയത്തില്ല, നിന്റെ വഴികൾ ഇനി അടയത്തില്ല, നിന്റെ നന്മകൾ ഇനി അടയത്തില്ല, നിന്റെ ഉയർച്ചകൾ ഇനി അടയില്ല. ഈ പ്രാർത്ഥനയുടെ രണ്ടാമത് രാത്രിയിൽ ഏപ്രിൽ 11 8:30 ദൈവാത്മാവ് നിന്നോട് ദൂത് പറയുകയാ. നീ സമ്പന്നനായിരിക്കും. ഞെരുക്കങ്ങളോട് പറ വഴി മാറുക, പ്രതികൂലങ്ങളോട് പറ വഴി മാറുക. കൃപ പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ ആരാധിച്ചേ. ഇന്ന് രാത്രി നിന്റെ വിടുതൽ സംഭവിക്കണം, അത്ഭുതം സംഭവിക്കണം, അടയാളം സംഭവിക്കണം, വീര്യപ്രവൃത്തി സംഭവിക്കണം. നിന്റെ വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ടു വരും, നിന്റെ നന്മകൾ വെളിപ്പെട്ടു വരും, നിന്റെ ഉയർച്ചകൾ വെളിപ്പെട്ടു വരും.
ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ആത്മാവിന്റെ തീ കത്തുകയാ. അഭിഷേകത്തിന്റെ കത്തലുണ്ടാകട്ടെ, അഭിഷേകത്തിന്റെ കത്തലുണ്ടാകട്ടെ, ദൈവകൃപയുടെ കത്തലുണ്ടാകട്ടെ, ദൈവ സാന്നിധ്യത്തിന്റെ കത്തലുണ്ടാകട്ടെ. യെസ് 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 കത്തട്ടെ, 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 കത്തട്ടെ. ഓ രാമ എരിക്കങ്ങൾ വഴിമാറിപ്പോകട്ടെ, എരിക്കങ്ങൾ വഴിമാറട്ടെ, എരിക്കങ്ങൾ വഴിമാറട്ടെ, കഷ്ടതകൾ വഴിമാറട്ടെ. തീയറകട്ടെ, തീയറകട്ടെ, തീയറകട്ടെ. യെസ് തീയറക, നിന്റെ മേൽ തീ കത്തുക. ഓ നിന്റെ മേൽ തീ കത്തുക, തീ കത്തുക. സ്വീകരിച്ചോ, സ്വീകരിച്ചോ, സ്വീകരിച്ചോ. ആ ദൈവത്തിന്റെ കത്തല്. ആത്മാവിന്റെ തീ കത്തട്ടെ, കത്തട്ടെ, അഭിഷേകത്തിന്റെ തീ കത്തട്ടെ. സ്വീകരിക്ക, ചങ്ങല പൊട്ടട്ടെ. ചലതിന്റെ കയ്യിൽ ചങ്ങലകൾ അഴിയ, 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 അഴിയ. ഇനി നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല, ഇനി നിന്നെ ഒതുക്കാൻ ഒരു അന്ധകാരത്തിനും കഴിയില്ല. ഇന്ന് രാത്രി ഡിക്ലെയർ ചെയ്യണം, യേശു കർത്താവ് ദരിദ്രനായി വന്നത് എന്നെ സമ്പന്നനാക്കാൻ വേണ്ടിയാ. ഞെരുക്കത്തോടെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് പറയണം, മാറി നിൽക്ക്, ഞാൻ സമ്പന്നനാണ്. പ്രതികൂലത്തോട് പറ, നിനക്കെന്നെ ആമേൻ മൂടാൻ കഴിയല്ല, ഞാൻ സമ്പന്നനാണ്. ക്രിസ്തു യേശു മുഖാന്തരമുള്ള സമ്പത്തിലേക്ക് എന്നെ കർത്താവ് നടത്തിയിരിക്കുകയാണ്. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ഇരിപ്പിടങ്ങളിൽ നിന്ന് ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റാട്ടെ. നാം ഒന്നിച്ച് ആത്മാവിൽ ആരാധിക്കുമ്പോൾ അഴിയേണ്ട എല്ലാ മുഖങ്ങളും ഇന്ന് രാത്രിയിൽ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറും, അഴിഞ്ഞു മാറും, അഴിഞ്ഞു മാറും. ദൈവം ചിലതിനെ അഴിക്കുന്ന ദൈവം. ഒന്നിച്ച് ഇന്ന് നാം ഒന്നിച്ച് ആരാധിക്കുമ്പോൾ അഴിയേണ്ടതിനെ ദൈവം അഴിക്കാൻ പോകുക. കരങ്ങളൊക്കെ ഒന്ന് അടിച്ച് ശക്തിയോടെ ചില നിമിഷങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് ആരാധിച്ചേ. ശക്തിയോടെ ആത്മാവിൽ ആരാധിച്ചേ. എല്ലാ കരങ്ങളും ഒന്ന് അടിച്ചേ, ശക്തിയോടെ ഒന്ന് അടിച്ചേ. ഓ ആമേൻ. ആ ചെയിനെ ബ്രേക്ക്